നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു സമയത്താണ് നിലകൊള്ളുന്നത്. വളരെ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ കോളേജുമായി സഹകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വെബിനാർ സംഘടിപ്പിക്കുന്നു എന്നുള്ളതിലും അതിന്റെ ഭാഗമാകാൻ കഴിയുന്നു എന്നുള്ളതിലും വളരെയധികം സന്തോഷമുണ്ട്. അതിന് അവസരം ഉണ്ടാക്കി തന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനും അതുപോലെ തന്നെ കോളേജ് മാനേജ്മെന്റിനും ഇതിനുവേണ്ടി നല്ല രീതിയിൽ സഹായിച്ച ബിജു സാറിനും ഈ സമയത്ത് ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. ഇന്ന് നമ്മൾ ഈ വെബിനാറിൽ ചർച്ച ചെയ്യുന്ന വിഷയം നിങ്ങൾക്കറിയാം. പശ്ചിമഘട്ടം നമ്മുടെ സംരക്ഷകൻ എന്നതാണ്. നമ്മുടെ പ്രകൃതിയും നമ്മുടെ ചുറ്റുപാടും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതിന്റെ സംരക്ഷണവും അതിന്റെ വീണ്ടെടുപ്പും മനുഷ്യന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു പ്രധാന ഘടകമാണ്. പ്രകൃതി ഇല്ലെങ്കിൽ മനുഷ്യന്റെ നിലനിൽപ്പ് സാധ്യമാകുന്നതല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുപാടും നമ്മളടക്കം ഉൾക്കൊണ്ടിട്ടുള്ള ഈ പ്രകൃതിയും എന്നും വരും തലമുറക്ക് കൂടെ ഈ രൂപത്തിൽ തന്നെ നിലനിൽക്കാൻ കഴിയുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള ആ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടുള്ള ശ്രമമായിട്ടാണ് നമ്മുടെ കോളേജിലടക്കം നമ്മൾ ഇത്തരത്തിലുള്ള ക്ലബ്ബുകളുമായിട്ട് മുന്നോട്ട് പോകുന്നതും നമ്മുടെ സർക്കാരിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഈ പ്രത്യേക സമയത്ത് ഞാൻ വിഷയത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ വിഷയത്തിൽ കാര്യമായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ആളുകളാണ് നമ്മുടെ കൂടെ ഇന്നുള്ളത്. നമുക്ക് അവരെ കേൾക്കാം. എന്നിൽ അർപ്പിതമായിട്ടുള്ള ഉത്തരവാദിത്വം ഈ ചടങ്ങിലേക്ക് എത്തിയിട്ടുള്ള ആളുകളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ആദ്യമായി സെന്റ് മേരീസ് കോളേജിന്റെ പ്രിൻസിപ്പളായിട്ടുള്ള, നമ്മളോട് എല്ലാ സമയത്തും എല്ലാ തരത്തിലുള്ള സഹായങ്ങളും സഹകരണങ്ങളും ഉപദേശങ്ങളും നൽകി കൂടെ നിൽക്കുന്ന ബഹുമാനപ്പെട്ട ഡെന്നി അച്ഛനെ ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സെന്റ് മേരീസ് കോളേജിന്റെ പ്രവർത്തനങ്ങളിൽ വളരെ മുന്നിൽ നിൽക്കുകയും എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും കൂടെ നിൽക്കുകയും ചെയ്യുന്ന വർഗീസ് അച്ഛനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്ന ജയപ്രകാശ് സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള മുഹമ്മദ് അഷ്റഫ് സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെന്റ് മേരീസ് കോളേജ് IQSC കോർഡിനേറ്റർ ആയിട്ടുള്ള ബഹുമാനപ്പെട്ട ബിജു സാറിനെ ഈ പരിപാടിയിലേക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. സെന്റ് മേരീസ് കോളേജിലെ ക്ലബ്ബ് പ്രവർത്തനത്തിന് മുന്നിൽ നിൽക്കുകയും വിദ്യാർത്ഥികൾക്ക്, അധ്യാപകർക്ക് എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഉപദേശങ്ങളും സഹായങ്ങളും നൽകി വരുന്ന പ്രിയപ്പെട്ട ഷീന മിസ് ഈ പരിപാടിയിലുണ്ട്. മിസ്സിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കോളേജിലെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരായിട്ടുള്ള അധ്യാപകർ ഈ വെബിനാർ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അവരെയും ഏറെ സ്നേഹത്തോടുകൂടി ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ക്ലബിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന, വളരെ താല്പര്യത്തോടുകൂടി കടന്നു വന്നിട്ടുള്ള സെന്റ് മേരീസ് കോളേജിലെ ക്ലബ്ബ് അംഗങ്ങളെ ഈ പരിപാടിയിലേക്ക് സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ന് നടക്കുന്ന ഈ വെബിനാറിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രസംഗത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ഡെന്നി അച്ഛനെ സ്നേഹപൂർവ്വം ആദരവപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. ബഹുമാനപ്പെട്ട വർഗീസ് കൊച്ചുപറമ്പിൽ,
അച്ഛാ, സ്നേഹബഹുമാനപ്പെട്ട ഇന്നത്തെ റിസോഴ്സ് പേഴ്സണായി കടന്നു വന്നിട്ടുള്ള ശ്രീ ജയപ്രകാശ് VP, ആശംസ പറയുവാനായിട്ട് കടന്നു വന്നിട്ടുള്ള ശ്രീ CM മുഹമ്മദ് അഷറഫ്, ഗ്രീൻ ക്ലബ്ബ് കൺവീനർ ശ്രീ മുഹമ്മദ് സുഹൈൽ, ദ കൺവീനർ ഓഫ് സെന്റ് മേരീസ് കോളേജ്, പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, മനോഹരമായ ഈ സായം സന്ധ്യയിൽ നമ്മളെല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് പശ്ചിമഘട്ട നമ്മുടെ സംരക്ഷണം എന്ന ടോപ്പിക്കിനെ ആസ്പദമാക്കിക്കൊണ്ട് വളരെ വ്യക്തമായി അവലോകനം ചെയ്യുവാനായിട്ടാണ്. ആദ്യമേ തന്നെ ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ഈ പ്രോഗ്രാം നടത്തുവാനായി നമ്മുടെ കോളേജുമായി ഒന്നിച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ തയ്യാറായിട്ടുള്ള ക്ലാസ് എടുക്കാൻ കടന്നു വന്നിട്ടുള്ള ജയപ്രകാശ് VP സാറിനെ ഒത്തിരി സ്നേഹത്തോടുകൂടി ഈ പ്രോഗ്രാമിലേക്ക് ഔദ്യോഗികമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ആശംസ പറയുന്ന ശ്രീ CM മുഹമ്മദ് അഷറഫ് സാർ, സാറിന്റെ നേതൃത്വത്തിലാണ് ഈ പ്രോഗ്രാം ഇന്നിവിടെ നടത്തുവാനായിട്ട് സാധിക്കുന്നത്. സാറിന്റെ നല്ല മനസ്സിന് ഒത്തിരിയധികം സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. കോളേജുമായി ബന്ധപ്പെട്ട് ഒത്തിരിയധികം കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാറ് തയ്യാറാണ് എന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അതിൽ ഒത്തിരിയധികം സന്തോഷം. ഇനി മുന്നോട്ട് പോകുമ്പോൾ വനം വകുപ്പിന്റെ കീഴിൽ സാമൂഹ്യവൽക്കരണ വിജ്ഞാപന വിഭാഗം ആയ കോഴിക്കോട് ഡിവിഷന്റെ ഭാഗമായിട്ട് ഇവർ നടത്തുന്ന എല്ലാ പ്രവർത്തനത്തിലും സെന്റ് മേരീസ് കോളേജിന്റെ എല്ലാ സപ്പോർട്ടും സഹകരണം ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ ഒത്തിരി സന്തോഷത്തോടുകൂടി അറിയിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന് പറയുന്നത്. പ്രകൃതിയെ സംരക്ഷിക്കുവാനായിട്ട് വനത്തിനുള്ള പങ്ക് ഒത്തിരിയധികം വലുതാണ് എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം ഒത്തിരി ഭാഗ്യം നിറഞ്ഞ ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെയാണ് മറ്റു സംസ്ഥാനങ്ങളെക്കാൾ ഉപരിയായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ആവശ്യത്തിലധികവും മഴയും മറ്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്നതിന്റെ പ്രധാന കാരണം ഈ പശ്ചിമഘട്ട പദ്ധതി വഴിയായിട്ടാണ് തന്നെയാണ്. നമ്മൾ ഈ സെമിനാറിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കും വലിയൊരു തീരുമാനമെടുക്കാം. ഈ പ്രകൃതിയെ സംരക്ഷിക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടവരാണ്. നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുമ്പോൾ നമ്മൾ വനം വകുപ്പോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ പ്രകൃതി സംരക്ഷണത്തിന് പ്രാധാന്യം നൽകുമ്പോൾ ഒത്തിരിയധികം നല്ല കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിനും നമ്മളായിരിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തിനും ഉണ്ടാകുമെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. നമ്മൾ പലപ്പോഴുമായിട്ട് ഒത്തിരിയധികം വൃക്ഷങ്ങളൊക്കെ പല കാരണങ്ങളാൽ മുറിച്ച് മാറ്റപ്പെടുമ്പോൾ ഓർക്കുക, ഒരു മരം മുറിക്കുമ്പോൾ അതില് 2 മരങ്ങളും വെച്ച് പിടിപ്പിക്കുവാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം, കടമ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് എന്ന് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കട്ടെ. അങ്ങനെ നമ്മൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ ഇന്നുവരെ നാം അനുഭവിച്ചു വരുന്ന നല്ല കാലാവസ്ഥയും നല്ല അവസ്ഥകളുമൊക്കെ നമ്മുടെ ഭാവിയിൽ നമ്മുടെ വരും തലമുറയ്ക്ക് അത് വലിയൊരു നല്ല കാര്യമായിട്ട് മാറുകയാണ്. ആയതിനാൽ തന്നെ ഇന്ന് ഇവിടെ ഈ പ്രോഗ്രാം നടത്തുമ്പോൾ നമുക്കതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഈ ക്ലാസ് എടുക്കുന്ന ബഹുമാനപ്പെട്ട ജയപ്രകാശ് സാറ് നമുക്ക് പറഞ്ഞു തരും. പ്രത്യേകിച്ച് നമ്മുടെ സെന്റ് മേരീസ് കോളേജിലെ എല്ലാ ക്ലാസ്സുകളിലെയും റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടുള്ള കുട്ടികൾ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. നമുക്ക് ഇതിന്റെ മാക്സിമം നമ്പർ എന്ന് പറയുന്നത് 100 ആണ്. ആ 100ഉം കവിഞ്ഞു നിൽക്കുകയാണ്. ഒത്തിരിയധികം കുട്ടികൾ കയറുവാൻ അവസരമില്ലാതെ മാറി നിൽക്കുന്നു. എന്ന് വെച്ചാൽ ഈ
പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുവാൻ, സഹകരിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം നല്ല വിദ്യാർത്ഥികളും അധ്യാപകരും നമ്മുടെ സെന്റ് മേരീസ് കോളേജിൽ ഉണ്ട് എന്നതിന്റെ പ്രധാന കാരണം തന്നെയാണത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഇവർ നമുക്ക് നൽകുന്ന നല്ല ഐഡിയകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ്, കടമയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വരും കാലങ്ങളിൽ നമുക്ക് ആവശ്യത്തിന് മഴ ലഭിക്കണമെങ്കിൽ ഇതെല്ലാം നമുക്ക് നടപ്പിലാക്കണം എന്ന ചിന്ത നമുക്ക് നൽകുവാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നല്ലൊരു സെഷൻ, നല്ലൊരു ക്ലാസ് നമുക്കുണ്ടാകട്ടെ. താങ്ക് യു. തുടങ്ങാം സാർ. ഓക്കെ സാറേ. ഓക്കെ സാർ. പ്രസന്റേഷൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ, തുടങ്ങാം സാർ. എല്ലാവർക്കും ഒരു സാന്ദ്രമായ ഒരു സായന്തനം നേരുകയാണ്. നമ്മുടെ അധ്യക്ഷൻ, പ്രിയപ്പെട്ട സെന്റ് മേരീസ് കോളേജ് പുത്തനങ്ങാടിയുടെ സമാരാധ്യനായ പ്രിൻസിപ്പൽ റവറൻഡ് ഫാദർ ബെന്നി ചോലപ്പള്ളി സർ, അതുപോലെ തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള വർഗീസ് അച്ഛൻ, ബിജു സാറ്, അതുപോലെ തന്നെ ഇവിടെ സ്വാഗതം ആശംസിച്ച നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് സുബൈൽ സാർ, അതുപോലെ തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട ഗ്രീൻ ക്ലബ് ആൻഡ് IQAC-യുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, പിന്നെ നമ്മുടെ മുഹമ്മദ് അഷ്റഫ്, സുരേഷ് ഫോറസ്റ്റർ, അതുപോലെ തന്നെ നന്ദി അറിയിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഹമ്മദ് കലീം. ഇന്നത്തെ സായന്തനം വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന ഒരു പ്രത്യാശയോടുകൂടി തുടങ്ങാം. നമ്മുടെ കോഴിക്കോട് ജില്ലയിലുള്ള ഒരു കവി ശ്രീ വീരാൻകുട്ടിയുടെ ആശ്വാസകരമായ 3-4 വരികളിലൂടെ നമുക്ക് തുടങ്ങാം എന്ന് തോന്നുന്നു. മണമിറ്റിച്ച് പൂക്കളും നിറം ചാലിച്ച് തളിരും മധുരം നിറച്ച് പഴങ്ങളും നാം കേടാക്കിയ ലോകത്തെ നല്ലതാക്കാൻ ഇണഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. മണമിറ്റിച്ച് പൂക്കളും നിറം ചാലിച്ച് തളിരും മധുരം നിറച്ച പഴങ്ങളും നാം കേടാക്കിയ ലോകത്തെ നല്ലതാക്കാൻ ഇണഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. മഴ കഴുകുന്നുണ്ട്, കാറ്റ് തുടയ്ക്കുന്നുണ്ട്. കണ്ടിട്ടുണ്ടോ? നാളേക്കുള്ളത് ഉണക്കി സൂക്ഷിക്കുന്ന തിരക്കിലല്ലാതെ വെയിലിന്. നോക്കൂ, പ്രകൃതി നമ്മൾ എത്രയൊക്കെ നാശമാക്കി കളഞ്ഞാലും അതിനെ സ്വയം നന്നാക്കിയെടുക്കാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം ചെയ്യുന്ന നമ്മുടെ ചുറ്റുപാടിനെ ഒക്കെ കവി ഇവിടെ ഓർക്കുകയാണ്. നമുക്ക് പ്രത്യാശിക്കാം, നമ്മളും പ്രകൃതിയുടെ ഭാഗമാണ്. നമുക്ക് ഒരുമിച്ച് ആ പ്രകൃതിയോടൊപ്പം തന്നെ ഇതിന്റെ സംരക്ഷണത്തിന്റെ ചുക്കാൻ പിടിക്കാൻ, ഇതിനുവേണ്ടി നമുക്ക് പ്രയത്നിക്കാം. ഈ വരികൾ പക്ഷെ ഇതിൽ ഞാൻ കാണിച്ച വരികൾ അത്ര പ്രത്യാശാപൂർവമല്ലാത്ത വരികളാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യാശാപൂർവകമായ 4 വരികൾ ആദ്യമേ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ. എന്താ വെച്ചാൽ നമ്മള് ഈ വർഷത്തെ വനമിത്ര പുരസ്കാരം മലപ്പുറം ജില്ലയിൽ നേടിയ നമ്മുടെ ബാലകൃഷ്ണൻ മാഷിന്റെ ഭാര്യ ഗിരിജ ടീച്ചർ, അവരും എനിക്ക് തോന്നുന്നു ഈ മീറ്റിംഗില് പങ്കെടുത്ത് നേരത്തെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്തരെയാണ് പറഞ്ഞു എന്ന് മാത്രം. നോക്കൂ, നമ്മുടെ ഈ അടുത്ത കാലത്തായിട്ട് മരണപ്പെട്ട ശ്രീ ONV കുറുപ്പ്, അദ്ദേഹത്തിന്റെ 3-4 വരികൾ നമുക്കൊന്ന് കടമെടുത്ത് നോക്കാം. ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇത് നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം. ഹൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്നതിൽ നിഴലി നീ നാളെ നരവിക്കേ.
വീരറ്റ നിൻമുഖ അശ്രുബിന്ദുക്കളാൽ ഉദകം പകർന്നു വിലപിക്കാൻ. ഇവിടെ അവശേഷിക്കയില്ലാരും ഈ ഞാനും, ഇത് നിനക്കായി ഞാൻ കുറിച്ചിടും. ഇനിയും മരിക്കാത്ത ഭൂമി, നിന്റെ ആസന്ന മൃതിയിൽ നിനക്ക് ആത്മശാന്തി. ഭൂമിയുടെ ആസന്ന മൃതിയിൽ ആത്മശാന്തി നേരുകയാണ് കവി ഇവിടെ. ഭൂമിയുടെ ആസന്ന മൃതി, അനധിവിദൂര ഭാവിയിൽ മൃതിയിലേക്ക് പോകുന്ന ഭൂമിയുടെ, പ്രകൃതിയുടെ പ്രാണന്റെ വിളിയാണ് ഇവിടെ കവിയിലൂടെ നമ്മൾ കേൾക്കുന്നത്. നമുക്ക് ഇനിയും സമയമുണ്ട്. മനുഷ്യന് ആവശ്യത്തിനുള്ളതെല്ലാം ഭൂമിയിലുണ്ട്, അവന്റെ അത്യാർത്തിക്കുള്ള വക മാത്രമില്ല എന്ന് ഹൃദയപൂർവ്വം പറഞ്ഞ നമ്മുടെ മഹാത്മജിയുടെ വാക്കുകളും കടമെടുക്കും. ആവശ്യത്തിനുള്ളതെല്ലാം ഈ ഭൂമിയിൽ ഈശ്വരൻ തന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്ത് അത്യാർത്തി ഉപേക്ഷിച്ച് നമുക്ക് പ്രകൃതിയോടൊപ്പം സഞ്ചരിക്കാം. നമ്മുടെ വിഷയത്തിലേക്ക് നാം കടക്കുകയാണ്. പശ്ചിമഘട്ടം നമ്മുടെ സംരക്ഷകൻ. എങ്ങനെയാണ് ഈ ഒരു ക്യാപ്ഷൻ ഇവിടെ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കടമെടുത്തതാണ്. എങ്ങനെയെന്ന് വെച്ചാൽ, ഏത് രീതിയിലാണ് നമ്മളെ പശ്ചിമഘട്ടം സംരക്ഷിക്കുന്നത്? 500 കോടി വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 500 കോടി വർഷങ്ങൾക്ക് മുമ്പ് ബിഗ് ബാങ് തിയറിയിലൂടെ, ബിഗ് ബാങ് എന്ന് പറയുന്ന ഒരു മഹാവിസ്ഫോടനത്തിലൂടെയോ മറ്റോ നമ്മുടെ ഭൂമി ഈ സൗരയൂഥത്തിലെ ഒരു നിശ്ചിത, സൂര്യനിൽ നിന്നൊരു നിശ്ചിത അകലത്തിലെത്തി ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് പച്ചപ്പും നമ്മുടെ പരിസ്ഥിതിയും ഒക്കെ പ്രദാനം ചെയ്ത് ഈ പ്രത്യേക രീതിയിൽ നമ്മുടെ ഭൂമി ഉള്ളപ്പോൾ, ഇതേപോലെ മലകളും പ്രകൃതിയും നമ്മെ കനിഞ്ഞ് അനുഗ്രഹിക്കുമ്പോഴും വായുവും ഒക്കെ വായുവും വെള്ളവും ഒക്കെ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ട് ഭൂമി ഇങ്ങനെ നിൽക്കുമ്പോഴും നമുക്കിപ്പോ വലിയ രീതിയിലൊന്നും പ്രശ്നം തോന്നുന്നില്ലായിരിക്കാം. പക്ഷേ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളുടെ വലിയൊരു പ്രളയം തന്നെ ഇനിയും വരാനിരിക്കുന്നു. അത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്നതാണ് ഈ വിഷയത്തിന്റെ വ്യാപ്തി. ഇല്ലെങ്കിൽ പശ്ചിമഘട്ടം നമ്മുടെ സംരക്ഷകൻ. പശ്ചിമഘട്ടം നമ്മുടെ സംരക്ഷകനാവുന്നത് എങ്ങനെ? ഇപ്പോ ഈ പശ്ചിമഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? പശ്ചിമം എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് എന്നാണല്ലോ. അതായത് ഭാരതത്തിന്റെ, ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് പശ്ചിമഘട്ടം ഉള്ളത്. നേരത്തെ കേരളത്തിൽ ജീവിക്കുന്ന നമ്മൾ കേരളത്തിന്റെ ഒരു അവസ്ഥ എടുത്തു നോക്കുമ്പോൾ പശ്ചിമഘട്ടം നമ്മുടെ കിഴക്ക് ഭാഗത്തുകൂടെയാണുള്ളത്. നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഉള്ളത് അറബിക്കടലാണ്. നമുക്കിവിടെ ഒരു കർസർ നീങ്ങുന്ന വെസ്റ്റേൺ ഗാറ്റ്സിന്റെ ഒരു രൂപരേഖ ഇവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത് എന്ന് നോക്കുക. നമുക്ക് ഗാന്ധിജി ഞാൻ നേരത്തെ പറഞ്ഞു, മനുഷ്യൻ ആവശ്യത്തിനുള്ളതെല്ലാം ഭൂമിയിലുണ്ട്, അവന്റെ അത്യാർത്തിക്കുള്ള വക മാത്രമില്ല എന്ന് ഉദ്ഘോഷിച്ച നമ്മുടെ പ്രിയങ്കരനായ മഹാത്മജി ജനിച്ച ഗുജറാത്തിലെ പോർബന്ദർ. ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ താപ്തി നദിയെ കുറിച്ച് നമുക്ക് ചിലപ്പോ ധാരണ ഉണ്ടാകും. താപ്തിക്ക് അടുത്തു നിന്ന്, താപ്തി ഏകദേശം ഇവിടെ വരും, താപ്തിക്ക് അടുത്തു നിന്ന് തുടങ്ങി തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന വലിയൊരു മലനിരയാണ് പശ്ചിമഘട്ടം. ഗുജറാത്ത്, ഇപ്പോ നമുക്കറിയാം പോർബന്തറും താപ്തിയും ഒക്കെ എവിടെയാണെന്ന് നമുക്കറിയാം. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, തമിഴ്നാട്, കേരളം, ഇത്രയും സംസ്ഥാനങ്ങളിലൂടെയാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്നത്. സഹ്യാദ്രി എന്ന പേരിലും പശ്ചിമഘട്ടം അറിയപ്പെടുന്നത്. നമുക്കറിയാം കേരളത്തില് ഇതേപോലെ പശ്ചിമഘട്ടത്തിന്റെ ഒരു ലാഞ്ചന ഇല്ലാത്ത ഭാഗം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയാണ് എന്ന് നമുക്കറിയാം. നമുക്ക് പശ്ചിമഘട്ടത്തിന്റെ വൈശിഷ്ട്യം എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രത്യേകതയാണ് പശ്ചിമഘട്ടത്തിന് നമുക്ക് ചാർത്തി കൊടുക്കാനുള്ളത് എന്ന് നോക്കുക. യുനെസ്കോ, യുണൈറ്റഡ് നേഷൻസ്, അതറിയാലോ, യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ സ്ഥാനം നേടിയ ഒരു മലനിരയാണ് പശ്ചിമഘട്ടം. എന്നാണത് 2006 നമ്മൾ യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാം, MAB എന്ന പ്രോഗ്രാമിലൂടെ നമ്മൾ ഈ പൈതൃക പട്ടികയിൽ സ്ഥാനം നേടുന്നതിന് അപേക്ഷിച്ചിരുന്നു. ഇത് പരിശോധിച്ച് യുനെസ്കോ 2012 നമ്മുടെ പശ്ചിമഘട്ടത്തിലെ 39 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ
പ്രൊട്ടക്റ്റഡ് ഏരിയാസ് എല്ലാം അങ്ങനെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആക്കി ലോക പൈതൃക പട്ടികയിൽ ആക്കി നമുക്ക് ആ നോട്ടിഫിക്കേഷൻ തരികയുണ്ടായി. അപ്പോ അത്രയും പ്രാധാന്യമുള്ള ഒരു മലനിരയാണ് പശ്ചിമഘട്ടം എന്നതാണ് ഇത്തരത്തിലുള്ള അംഗീകാരത്തിന് കാരണം എന്നുകൂടി ഓർക്കുക. 2012 39 സ്ഥലങ്ങളെ പശ്ചിമഘട്ടത്തിലെ 39 പ്രൊട്ടക്റ്റഡ് ഏരിയാസിനെ എല്ലാം കൂട്ടിയിണക്കി ലോക പൈതൃക പട്ടികയിൽ നമുക്ക് സ്ഥാനം നേടിത്തന്നു. ലോകത്തിലെ തന്നെ 8 ഹോട്ടസ്റ്റ് ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നാണ്. ഹോട്ടസ്റ്റ് ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ട്. ജൈവ വൈവിധ്യം എന്താണെന്നും ഹോട്ടസ്റ്റ് ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ട് എന്താണെന്നും ഒക്കെ നമുക്ക് വഴിയേ പറയാം. നോക്കൂ, ഈ പദങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ജൈവ വൈവിധ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭക്ഷ്യശൃംഖല ഉണ്ട്, നമ്മൾ ജീവിക്കുന്ന ആവാസ വ്യവസ്ഥകളുണ്ട്. ഈ ആവാസ വ്യവസ്ഥകളും ഭക്ഷ്യശൃംഖലയും തമ്മിലുള്ള പാരസ്പര്യമൊക്കെ നമുക്കറിയാം. ഒരു പ്രത്യേക സ്ഥലത്ത് ജൈവജാതികളുടെ വൈവിധ്യം ഒരുപാടുണ്ടായിരുന്നു. പല തരത്തിലുള്ള ജീവജാതികളുണ്ട്. ഇപ്പൊ കുരങ്ങൻ എന്ന് പറയുന്ന ഒരു ജീവജാതി എന്ന് മാത്രം എടുക്കുകയാണെങ്കിൽ സാധാരണ നാടൻ കുരങ്ങുകളുണ്ട്. ബോണറ്റ് മക്കാക്ക് എന്ന് പറയും. ബോണറ്റ് മക്കാക്ക് ഉണ്ട്. നേരെ മറിച്ച് ഇപ്പൊ സൈലന്റ് വാലിയെ പോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പെട്ടെന്ന് കുരങ്ങനെ കുറിച്ച് പറയുമ്പോൾ സിംഹവാലൻ കുരങ്ങ്, ലാൻഡ് ടെയിൽ മക്കാക്കിനെ കുറിച്ച് നമുക്കറിയാം. മറ്റ് ഇപ്പൊ കരിങ്കുരങ്ങ്, നീലഗിരി ലങ്കൂർ എന്ന് പറയുന്ന ഒരു സ്പീഷീസിനെ കുറിച്ച് നമുക്കറിയാം. ഹനുമാൻ ലങ്കൂർ എന്ന് പറയുന്ന വേറൊരു സ്പീഷീസിനെ കുറിച്ച് നമുക്കറിയാം. ഇതെല്ലാം സ്പീഷീസ്, വ്യത്യസ്ത സ്പീഷീസുകളാണ്. അതേപോലെ അങ്ങനെ ചെറുപ്രാണികൾ മുതൽ മുകളിലോട്ട് എത്രയോ ജൈവജാതികളാണ്. ഇപ്പോ അത് ജന്തുവർഗ്ഗങ്ങൾ മാത്രമല്ല, സസ്യവർഗ്ഗങ്ങളിൽ പുല്ലാണെങ്കിലും ഇപ്പോ മരങ്ങളുടെ കാര്യങ്ങളാണെങ്കിലും ഏതെല്ലാം തരത്തിലുള്ള സ്പീഷീസാണ്, ജൈവജാതികളാണ് നമുക്ക് ചുറ്റും ഓരോ ആവാസ വ്യവസ്ഥയിലും ഉള്ളത്. അത്തരത്തിലുള്ള വൈവിധ്യമാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. രണ്ടാമത്തെ വൈവിധ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്താണ്? ആവാസ വ്യവസ്ഥകളുള്ള വൈവിധ്യം. നമ്മൾ ചുറ്റുപാടുകളെ ഒന്ന് കണ്ണോടിച്ചാൽ തന്നെ ഏതൊക്കെ തരത്തിലുള്ള ആവാസ വ്യവസ്ഥകളാണ് നമുക്ക് ചുറ്റുപാടുമുള്ളത് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോ നേരത്തെ ബഹുമാന്യനായ ഫാദർ പറഞ്ഞതുപോലെ ഒരു മരം മാത്രം നിങ്ങളൊന്ന് എടുക്കൂ, അതിലെ ഒരു ആവാസ വ്യവസ്ഥ ഒന്ന് നോക്കൂ. ചെറിയ ചെറിയ പ്രാണികൾ മുതൽ സൂക്ഷ്മജീവികൾ മുതൽ പക്ഷികള്, പൂമ്പാറ്റകള്, പുള്ളുകള്, അണ്ണാന്മാർ, ഇങ്ങനെ വേണ്ട ഒരുപാട് സ്പീഷീസുകളാണ്. ലൈക്കനുകൾ, പായല് എന്ന് വേണ്ട എത്ര നൂറുകണക്കിന് ആയിരക്കണക്കിന് ജൈവജാതികളുടെ ഒരു ആവാസ സ്ഥലമാണ് ഓരോ മരവും. അപ്പൊ ഒരു മരം നമ്മൾ മുറിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു മരം നടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു പ്രവൃത്തിയാണ്. നിങ്ങൾ ആലോചിക്കുക, ഇപ്പൊ വാഷിങ്ടൺ എന്നൊക്കെ പറയുന്ന വലിയ വലിയ നഗരങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം, അല്ലെങ്കിൽ കൽക്കട്ട എന്ന് പറയുന്ന നഗരത്തെ കുറിച്ചൊക്കെ അറിയാം. ഈ നഗരങ്ങളിലൊക്കെ നഗരത്തിലേക്ക് കുടിയേറാനാണ് നമ്മൾ ഓരോരുത്തരും താല്പര്യപ്പെടുന്നത്. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നു ആസ്വദിക്കാൻ, ഒരു പുൽമേടിന്റെ അടുത്ത് നിന്ന് ആ പുൽമേടിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ, ഒരു ചോലവനത്തിന്റെ അടുത്ത് നിന്ന് അതിനെ ആസ്വദിക്കാൻ, അതിലൂടെ ഒഴുകി വരുന്ന നദിയുടെ കളകളാരവത്തെ കേൾക്കാൻ, അതിലൂടെ കടന്നു പോകുന്ന പക്ഷികളുടെ കളകൂജനം കേൾക്കാൻ ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷെ അവിടെ താമസിക്കാനോ അതിന്റെ ഭംഗി സംരക്ഷിക്കാനോ അതിന്റെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കാനോ നമ്മൾ ഒട്ടും തന്നെ മെനക്കെടാറില്ല. നോക്കൂ, ഇത്തരത്തിലുള്ള ആവാസ വ്യവസ്ഥകളാണ് ചുറ്റും. പാടം, നമ്മള് പറയുന്നത് പാടം ഇപ്പൊ ആർക്കും അറിയില്ല, പലർക്കും അറിയില്ല എന്താണ് നെല്ലെന്താണ്. നെല്ല് കാണാത്ത കുട്ടികൾ വളർന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്കുള്ളത്. ഒറൈസ സറ്റൈവ എന്ന് പറയുന്നൊരു കഥ പണ്ട് കേട്ടിട്ടുണ്ട്. ഒറൈസ സറ്റൈവ ബോട്ടണി ക്ലാസ്സിൽ ഒറൈസ സറ്റൈവയുടെ ഫീച്ചേഴ്സും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ പറയുമ്പോൾ അതിന്റെ ചെടിയുടെ ഇലകളുടെ പ്രത്യേകതകളും എല്ലാം പറഞ്ഞ് ടീച്ചർ നോക്കുമ്പോൾ ഒരു കുട്ടിയെ എല്ലാവരും കൂടി സാഗൂതം നോക്കുകയാണ്. അപ്പോ ടീച്ചർ ചോദിക്കുന്നത് എന്താ വിഷയം എന്ന് ചോദിച്ചപ്പോ ടീച്ചർ, ഈ കുട്ടി ഒറൈസ സറ്റൈവ കണ്ടിട്ടുണ്ട് ആണോ, എന്നാൽ അതിനെക്കുറിച്ച് പറയൂ എന്ന് പറയുന്ന ദിക്കിലേക്ക് നമ്മുടെ തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ്. നാം ആഹരിക്കുന്ന, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സാധനം എന്താണെന്ന്, അത് നെല്ല് എന്താണെന്ന്, ഒറൈസ സറ്റൈവ എന്ന് പറയുന്ന സ്പീഷീസ് പോലും കാണാൻ കഴിയാത്ത രീതിയിലേക്ക് നമ്മുടെ തലമുറകൾ
നമ്മുടെ സംരക്ഷണ മേഖല മാറിയിരിക്കുകയാണ്. മാറണം, തീർച്ചയായിട്ടും വികസനവും വേണം. പക്ഷെ നമ്മളെ തന്നെ നശിപ്പിച്ചിട്ടുള്ള വികസനമോ നമ്മളെ തന്നെ അറിയാത്ത ഒരു വികസനമോ ഉണ്ടായിട്ട് കാര്യമില്ല. അത് വല്ലാത്ത കൂടുതൽ കാലം പോകാത്ത രീതിയിലുള്ള നാശത്തിലേക്കാണ് വഴിവെക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആവാസ വ്യവസ്ഥ, ഇപ്പോ എന്താണ് പാടങ്ങള്, കുളങ്ങള്, നദികള്, കാടുകൾക്ക് നിത്യഹരിത വനങ്ങള്, ചോലവനങ്ങള്, പുൽമേടുകള്, മരങ്ങള് എന്ന് വേണ്ട ആവാസ വ്യവസ്ഥകളുടെ ഒരു വലിയ ശൃംഖല തന്നെ ലോകത്ത് മൊത്തമുണ്ട്. അപ്പോ അതാണ് മറ്റൊരു വൈവിധ്യം എന്ന് പറയുന്നത്. വേറൊരു വൈവിധ്യം എന്ന് പറയുന്നപ്പോ നമ്മുടെ വീട്ടിൽ തന്നെ അച്ഛൻ അമ്മ ഇവരിൽ ഉണ്ടായിട്ടുള്ള 1, 2, 3 കുട്ടികളുടെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ കുട്ടിയും വ്യത്യസ്തരായിരിക്കും. അവരുടെ അച്ഛനമ്മയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ജനിതക ഘടകങ്ങളുടെ വ്യത്യാസം വളരെ വലുതാണ്. അങ്ങനെ ഓരോ ഇൻഡിവിജ്വലും വ്യത്യസ്തനാണ്. അതാണ് ജനിതക ഘടകങ്ങളിലുള്ള വ്യതിയാനമാണ് ഇതിന് കാരണം. അപ്പൊ ഈ ജനിതക വൈവിധ്യമാണ് ഒന്നാമത്തെ ഘടകം. അങ്ങനെ 3 വൈവിധ്യങ്ങളുടെ ഒരു സന്നിവേശമാണ് ജൈവ വൈവിധ്യം. ഈ വൈവിധ്യം കൂടിയേ തീരും. ഇതുണ്ടെങ്കിലേ നമുക്ക് ഈ കാടും മലകളും കൂടിച്ചേർന്ന് അവിടെ ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ചില്ലെങ്കിൽ, ആ ജൈവ വൈവിധ്യം അവിടെ നിലനിന്നില്ലെങ്കിൽ താഴെ നമ്മൾക്ക് കുടിക്കാൻ വെള്ളം കിട്ടില്ല, ശ്വസിക്കാൻ വായു ലഭിക്കില്ല, മൺസൂൺ ഇവിടെ കൃത്യമായി കിട്ടിക്കൊള്ളണമെന്നില്ല. താഴെ നമ്മുടെ ചാലിയാറിലും അതേപോലെ തന്നെ ഭാരതപ്പുഴയിലും തൂതപ്പുഴയിലും ഒക്കെ നിർബാധം വെള്ളമൊഴുകുന്നത് ഈ കാടിന്റെ ആ ഒരു വലിയ അനുഗ്രഹം കൊണ്ടാണ് എന്ന് ഓർക്കുക. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കിണറുകളുടെ സാന്ദ്രത ഉള്ള സംസ്ഥാനമാണ് കേരളം. ഏതൊരു ചതുരശ്ര കിലോമീറ്ററിന് ഏറ്റവും കൂടുതൽ കിണറുകളുള്ള ഒരു സംസ്ഥാനമാണ്. ഈ കിണറുകളെല്ലാം വെള്ളം കൊണ്ട് വളരെ കൂടുതൽ വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഏത് പുഴ പറ്റിയാലും എന്റെ കിണർ പറ്റില്ല എന്ന ഒരു ബോധ്യമാണ് നമ്മളെ തരത്തിൽ ചിന്തിക്കാൻ വാർത്തമാക്കുന്നത് തോന്നുന്നു. പക്ഷെ ഓർക്കുക, നമ്മുടെ ഭാരതപ്പുഴ പറ്റിയാൽ, നമ്മളുടെ ചാലിയാറ് പറ്റിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ കിണറും പറ്റും. നമുക്ക് ഓർക്കുക, ഇതെല്ലാം പരസ്പരം ബന്ധിതമാണ്. തീർച്ചയായും ഇത് ആവശ്യം തന്നെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള വൈവിധ്യങ്ങളുടെ ഒരു ഹോട്ട്സ്പോട്ട് എന്ന് പറയുമ്പോൾ തന്നെ എന്തായിരിക്കും എന്ന് നിങ്ങൾ ഓർക്കുക. അങ്ങനെയുള്ള 36ഓളം ഹോട്ട്സ്പോട്ടുകൾ ലോകത്തിലുണ്ട്. അതിലൊരു ഹോട്ട്സ്പോട്ടാണ് പശ്ചിമഘട്ടം. അതിൽ തന്നെ 8 ഹോട്ട്സ്പോട്ടുകൾ ഹോട്ടസ്റ്റ് ഹോട്ട്സ്പോട്ട്സ് ആണ്. അതിൽ വരുന്നതും കൂടിയാണ് പശ്ചിമഘട്ടം എന്ന് കൂടി നിങ്ങൾ ആലോചിക്കുക. അപ്പൊ നോക്കൂ, എന്തുകൊണ്ട് ഹോട്ടസ്റ്റ് ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ട് ആയി എന്ന് നോക്കിക്കഴിഞ്ഞാൽ പശ്ചിമഘട്ടത്തില് 7402 പുഷ്പിത സസ്യ സ്പീഷീസുകളുണ്ട്, ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. 7402. മറ്റൊന്ന് 1814 ഇനം അപുഷ്പിത സസ്യ സ്പീഷീസുകൾ, 139 സസ്യ സ്പീഷീസുകൾ, 508 പക്ഷി സ്പീഷീസുകൾ, ബേർഡ് സ്പീഷീസ്, 179 ഉഭയജീവി സ്പീഷീസുകൾ, 6000 പ്രാണി സ്പീഷീസുകൾ, 290 ശുദ്ധജല മത്സ്യ ഇനങ്ങൾ. നോക്കൂ, എത്ര വൈവിധ്യമാർന്ന ഒരു സ്പീഷീസ് ഡൈവേഴ്സിറ്റിയാണ് ഇവിടെ കാണുന്നത് എന്ന് നോക്കൂ. കാരണം ഇതൊക്കെ നമുക്ക് അറിയുന്നത്, നമ്മൾ കണ്ടുപിടിച്ചത് മാത്രമാണ്. ലോകത്തിലൊരു കണക്ക് പറയുന്നത് നമ്മുടെ ഭൂമുഖത്ത് ഏകദേശം എത്ര സ്പീഷീസുകളുണ്ട്, ജന്തുക്കളും സസ്യങ്ങളുടെ എത്ര സ്പീഷീസുകളുണ്ട് എന്ന് ചോദിച്ചാൽ കൃത്യമായ കണക്ക് ഇന്നുമില്ല. ഒരു ശാസ്ത്ര ലോകം പറയുന്നത് 10 ദശലക്ഷം സ്പീഷീസുകളാണ്, ജൈവജാതികളാണ് ഈ ഭൂമുഖത്തുള്ളതെന്ന്. വേറൊരു കൂട്ടർ പറയുന്ന ഒരു 30 ദശലക്ഷം ഉണ്ടെന്ന്. അപ്പോ എന്തായാലും ഈ 10 ദശലക്ഷം എന്ന് ഗണിക്കുകയാണെങ്കിൽ തന്നെ അതിൽ നമ്മുടെ ശാസ്ത്രലോകത്തിനും നമുക്കും അറിയാവുന്നത് എത്രയാണെന്ന് അറിയാമോ? 1.6 ദശലക്ഷം മാത്രം. 1.6 ദശലക്ഷം മാത്രം സ്പീഷീസുകളെ കുറിച്ചേ നമുക്ക് അറിയുള്ളൂ. അപ്പോ ഒരുപാട് സ്പീഷീസുകൾ നമുക്ക് ഇപ്പോഴും അറിയില്ല. ഏറ്റവും കൂടുതൽ സ്പീഷീസുകളെ കുറിച്ച് അറിയാത്ത അവസ്ഥയാണ്. അതിങ്കൽ എങ്ങാണ്ടൊരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥയെന്തു കണ്ടു എന്ന് ചോദിച്ച പോലെ നമുക്ക് അറിവിന്റെ ഒരു അറ്റം മാത്രമേ ആയിട്ടുള്ളൂ. അറിവുകളുടെ ഒരു വലിയ മഹാപ്രപഞ്ചം തന്നെ ഇവിടെ ഉണ്ട്. അപ്പോ ഈ പ്രദേശം ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഹോട്ട്സ്പോട്ട്, ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ട് എന്ന സംജ്ഞ ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനായിട്ടുള്ള പരിസ്ഥിതി ശാസ്ത്രജ്ഞനായിട്ടുള്ള നോർമൻ മേയേഴ്സ് എന്ന് പറയുന്ന ആളാണ്. നോർമൻ മേയേഴ്സ്
അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇങ്ങനെ തരംതിരിവുകൾ നടത്തുകയും അങ്ങനെ കൺസർവേഷൻ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ആഗോളതലത്തിലുള്ള ഒരു പരിസ്ഥിതി സംഘടന ഇത് ഏറ്റെടുക്കുകയും അങ്ങനെ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ അംഗീകരിക്കപ്പെടുകയും ചെയ്യുകയാണ് ഉണ്ടായത്. 1988 നോർമൻ മേഴ്സ് ഈ കാര്യം കൊണ്ടുവന്നത്. 1989 കൺസർവേഷൻ ഇന്റർനാഷണൽ ഇത് അംഗീകരിക്കുകയും അങ്ങനെ ഇപ്പോഴത്തെ അവസ്ഥയിൽ 36 ഹോട്ട്സ്പോട്ടുകൾ നമുക്ക് ഉള്ളതായിട്ടും നമ്മൾ അറിയുക. പിന്നെ പശ്ചിമഘട്ടത്തിന്റെ മറ്റു വൈശിഷ്ട്യങ്ങളിലേക്ക് പെട്ടെന്ന് പോവുകയാണെങ്കിൽ, പശ്ചിമഘട്ടം ഹിമാലയത്തെ കുറിച്ച് നമ്മുടെ ഇന്ത്യയുടെ ഒരു കോട്ടയായിട്ട് നിൽക്കുന്ന ഒരു വലിയ മലനിരയാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും ഹൈറ്റ് കൂടിയ കൊടുമുടികളെല്ലാം ഉൾപ്പെടുന്ന ഹിമാലയ മലനിരകൾ. ഈ ഹിമാലയ മലനിരകളെക്കാൾ കൂടുതൽ പഴക്കമുണ്ട് പശ്ചിമഘട്ടം, അറിയാമോ? അതായത് ഒരു കാര്യം പറയുന്നത് 150 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് 150 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് നമ്മളറിയാം, നമ്മൾ ഫലക ചലന സിദ്ധാന്തമൊക്കെ ജിയോഗ്രഫിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോ ഗോണ്ട്വാന ഭൂഖണ്ഡം ഏഷ്യ വൻകരയോട് പതുക്കെ അടുക്കുകയാണ്. അടുത്തിട്ട് ഏഷ്യ വൻകരയുടെ ഭാഗത്ത് അരികിൽ തട്ടി കൂട്ടിമുട്ടിയതിന്റെ ഫലമായിട്ടാണ് പശ്ചിമഘട്ടം രൂപീകൃതമായത് എന്നാണ് പറയുന്നത്. അത് എപ്പോഴാണ്? 150 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് എന്നാണ് അനുമാനിക്കുന്നത്. മാത്രമല്ല പശ്ചിമഘട്ടം അതിന്റെ പച്ചപ്പും സംസ്കൃതിയും ഒക്കെ കൃത്യമായി ഉണ്ടായത് ഏകദേശം 45-നും 65 ദശലക്ഷത്തിനും ഇടയിലാണ്, വർഷത്തിനിടയിലാണ് എന്നാണ് പറയുന്നത്. നോക്കൂ, പശ്ചിമഘട്ടം ഞാൻ പറഞ്ഞു ഗുജറാത്തിലെ താപ്തി മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്ന 1600 കിലോമീറ്റർ നീളമുള്ള ഒരു മലനിരയാണ്. 1600 കിലോമീറ്റർ നീളമുള്ള ഒരു മലനിരയാണ് പശ്ചിമഘട്ടം എന്നുകൂടി നിങ്ങൾ ആലോചിക്കുക. നോക്കൂ, പശ്ചിമഘട്ടത്തിന്റെ മറ്റ് വൈശിഷ്ട്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാല് ഈ ഡെക്കാൻ പീഠഭൂമി, നമ്മുടെ തെക്കേ ഇന്ത്യയുടെ ഭാഗമായിട്ട് ഏകദേശം മധ്യഭാഗത്തായിട്ട് കിടക്കുന്ന പീഠഭൂമി മേഖലയാണ് ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിയുടെ തെക്കേ അറ്റമാണ് നീലഗിരി കുന്നുകൾ വരുന്നത്. ആ നീലഗിരി കുന്നുകളിൽ വെച്ചിട്ട് പശ്ചിമഘട്ടം പൂർവഘട്ടവുമായിട്ട് ചേരുന്ന ഭാഗമുണ്ട്. അതുപോലെ തന്നെ വ്യാപ്തി ഞാൻ നേരത്തെ പറഞ്ഞു, 35 മുതൽ 45 കിലോമീറ്റർ വീതിയിലുള്ള പാലക്കാടൻ ചുരമാണ് ഇതിലെ ഏറ്റവും വലിയ വിടവ്. അപ്പോ പശ്ചിമഘട്ടത്തിന് ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ വിടവായിട്ട് വരുന്നത്, ഏറ്റവും വലിയ വിടവ് എന്ന് പറയുന്നത് 35 മുതൽ 45 കിലോമീറ്റർ വരെ വ്യാപ്തിയിൽ വിടവുണ്ട്. ആ വിടവ് പാലക്കാടൻ ചുരമാണ്. വടക്ക് ഗോവയിലും തെക്ക് ചെങ്കോട്ടയിലും ഒക്കെ ഇതേപോലെ വിടവുകളുണ്ട്. നമുക്ക് പശ്ചിമഘട്ടത്തിന്റെ ശരാശരി ഹൈറ്റ് എന്ന് പറയുന്നത്, ഉയരം എന്ന് പറയുന്നത് 1200 മീറ്റർ ആണ്. നോക്കൂ, ഇവിടെ വെസ്റ്റേൺ ഗാട്സ് പശ്ചിമഘട്ടം എന്ന് പറഞ്ഞാൽ ഇതാ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് തന്നെയാണുള്ളത്. പശ്ചിമഘട്ടവും പൂർവഘട്ടമാണ് ഇവിടെ, കിഴക്ക് പൂർവഘട്ടം. ഈ പൂർവഘട്ടവും പശ്ചിമഘട്ടവും നോക്കൂ, ഇവിടെ സന്ധിയിലാണ് ഇവിടെ വെച്ച്, നീലഗിരി കുന്നുകളിലാണ് സന്ധിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. നീലഗിരി കുന്നുകളെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മലപ്പുറം ജില്ലയിൽ പുത്തനങ്ങാടിയിൽ ഉള്ള ഒരു വിദ്യാർത്ഥിനികൾ എന്നുള്ള രീതിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ആണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ആണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ്. ഈ നീലഗിരി ബയോസ്ഫിയർ റിസർവ് ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളെല്ലാം മലപ്പുറം ജില്ലയിലുണ്ട്, നിലമ്പൂർ മേഖലയിലുണ്ട്, അതുപോലെ തന്നെ പാലക്കാടിന്റെ സൈലന്റ് വാലിയുടെ ഭാഗങ്ങളിലുണ്ട്, അതേപോലെ തന്നെ വയനാടിന്റെ ഭാഗങ്ങളിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, കർണാടകത്തിന്റെ ചെറിയ ഭാഗങ്ങളിലുണ്ട്. അപ്പൊ ഈ ഭാഗങ്ങളെല്ലാം നമുക്ക് ഇവിടെയാണ് വരുന്നത്. അപ്പൊ ഇവിടെ നിന്നാണ് പശ്ചിമഘട്ടവും പൂർവഘട്ടവും സന്ധിക്കുന്നത് എന്ന് കൂടി നമ്മൾ ആലോചിക്കും. നമുക്കിപ്പോ ഞാൻ പറഞ്ഞ നീലഗിരി ബയോസ്ഫിയർ റിസർവ്, കേരളത്തിൽ 2 ബയോസ്ഫിയർ റിസർവുകളാണുള്ളത്. ഒന്ന് നീലഗിരി ബയോസ്ഫിയറും ഒന്ന് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവുമാണ് നമുക്കുള്ളത്. നമുക്ക് അടുത്ത് നോക്കാം. നോക്കൂ, പശ്ചിമഘട്ടത്തിന്റെ മറ്റ് വൈശിഷ്ട്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ പശ്ചിമഘട്ടത്തിന്റെ ഏകദേശമായൊരു വിസ്തൃതി പറയുന്നത് 1,60,000 ചതുരശ്ര കിലോമീറ്റർ ആണ്. 1,60,000 ചതുരശ്ര കിലോമീറ്റർ ആണ് പശ്ചിമഘട്ടത്തിന്റെ വിസ്തൃതി. കേരളത്തിന്റെ വിസ്തൃതി നമുക്കറിയാം 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തൃതി. 38,863 ചതുരശ്ര കിലോമീറ്റർ. അപ്പൊ 1,60,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള 1600 കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന ഒരു നീണ്ട മലനിരയാണ് പശ്ചിമഘട്ടം എന്നറിയുക. ഈ പശ്ചിമഘട്ടത്തിനെ നമ്മൾ 7 ഭാഗങ്ങളായി തിരിക്കുന്നു. അഗസ്ത്യമല
പെരിയാർ, അഗസ്ത്യമല തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ പെരിയാർ, അത് കഴിഞ്ഞിട്ട് ഇടുക്കി ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ, പത്തനംതിട്ട ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ആനമല, നീലഗിരി, തലക്കാവേരി, കുദ്രേമുഖ്, സഹ്യാദ്രി, ഇങ്ങനെ 7 മേഖലകൾ ഉണ്ട് നമ്മുടെ പശ്ചിമഘട്ടത്തിന് എന്നാണ് പറയുന്നത്. അതില് രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു മേഖല കൂടിയാണ് പശ്ചിമഘട്ടം. നമുക്കറിയാം ചിറാപുഞ്ചിയും മൗസിൻഡ്രോവും ഒക്കെ മേഘാലയത്തിലെ ഈ സ്ഥലങ്ങളെ കുറിച്ച് അറിയാത്തവരായിട്ട് നമ്മൾ PSCക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ പഠിക്കുന്നതാണ്. ശരി തന്നെ. അപ്പോ മേഘാലയത്തിലെ പിന്നെ ചിറാപുഞ്ചിയും അതുപോലെ തന്നെ ഇതെല്ലാം മൗസിൻഡ്രോ എല്ലാം കൃത്യം തന്നെയാണ്. എന്നാൽ നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ ആ വ്യാപ്തിയിൽ മഴ ലഭിക്കുന്ന, വളരെ ദീർഘ റെയിനി ഡേയ്സ് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഒരു പ്രദേശം ഇവിടെ ഉണ്ടാവാൻ കാരണം പശ്ചിമഘട്ടമാണെന്ന് അറിയുക. നോക്കൂ, പാലക്കാടൻ ഗ്യാപ്പിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. 35 കിലോമീറ്റർ മുതൽ 45 കിലോമീറ്റർ വരെ വീതിയില് ഇങ്ങനെയുള്ള ഗ്യാപ്പ്, ഇത് പാലക്കാടൻ ഗ്യാപ്പാണ്. അതായത് ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള ചൂടുള്ള കാറ്റ് നമ്മുടെ കേരളത്തിന്റെ പാലക്കാടൻ ഭാഗങ്ങളിലേക്ക് എത്തുന്നത് ഈ ഗ്യാപ്പിലൂടെയാണ്. അവിടുത്തെ കാലാവസ്ഥയൊക്കെ നിയന്ത്രിക്കുന്നതിൽ ഈ ഗ്യാപ്പിന് വളരെ വലിയ ഒരു സ്ഥാനം ഉണ്ട്. തീർച്ചയായിട്ടും നമ്മളെ പശ്ചിമഘട്ടമാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ പച്ചപ്പും ഈ മലനിരകളും ഒക്കെ കാണുന്നത്. നോക്കൂ, കൊടുമുടികളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ ആനമുടിയാണ്. കേരളത്തിൽ തന്നെയാണ്. 2695 മീറ്റർ ഉയരമുള്ള ആനമുടിയാണ് ഏറ്റവും വലിയ കൊടുമുടി. 2640 മീറ്റർ നീളമുള്ള കേരളത്തിലെ മീശപ്പുലിമലയാണ് 2ാം സ്ഥാനത്ത്. 3ാം സ്ഥാനത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ കേരളത്തിലുള്ള ഈ 2 കാര്യങ്ങളെ കുറിച്ച് ചിലപ്പോൾ നമുക്ക് അറിയില്ലായിരിക്കും. 3ാം സ്ഥാനത്ത് ദൊഡബെട്ട, ഊട്ടിയുടെ അടുത്തുള്ള ദൊഡബെട്ട എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഒരു ഭാഗമാണ്. 2637 മീറ്റർ ഹൈറ്റ് ആണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എത്രയോ ആണ് നമ്മുടെ പശ്ചിമഘട്ടത്തില്. പശ്ചിമഘട്ടത്തിലൂടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സഞ്ചരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് COVID-19 മഹാമാരി വന്ന ഈ അവസ്ഥയിൽ നമ്മൾ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും എത്തിപ്പെട്ട് ഒരു നല്ല വായു ശ്വസിക്കണമെന്നും പച്ചപ്പ് കണ്ണിലൂടെ പ്രവേശിക്കണമെന്നും ഹൃദയത്തിൽ ഒരു വല്ലാത്ത കുളിർമ കിട്ടണമെന്നും നമ്മൾ വല്ലാതെ ആശിക്കുന്നു. ഈ ആശ നിറവേറ്റാനായിട്ട് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ വെച്ചുപിടിക്കുന്നു. പക്ഷെ അറിയുക, ഇതൊക്കെ പശ്ചിമഘട്ടം ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് എന്നുള്ള വലിയൊരു സത്യം കൂടി അറിയുക. ഊട്ടിയും കൊടൈക്കനാലും കൂർഗും മൂന്നാറും തേക്കടിയും എന്ന് വേണ്ട എത്രയോ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാക്കി പ്രഖ്യാപിക്കാത്ത എത്രയോ വിനോദസഞ്ചാര സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ട്. ആനമുടി നോക്കൂ, ആ മേഘപാളികൾക്ക് താഴെ നമ്മളെ ആകാശം മുട്ടെ നിൽക്കുന്ന ഒരു ആനമുടിയുടെ ആ ഭംഗി, ആ കുന്നുകളുടെ ഭംഗി ഒന്ന് ആസ്വദിക്കാനുള്ള ഒരു മനസ്സ് ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും അവിടെ നിന്ന് നമ്മളിങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അനുഭൂതി നമ്മളിലേക്ക് പടർന്നു കയറുന്നതായിട്ടും നമുക്ക് അനുഭവപ്പെടും. നോക്കൂ, ഇവിടുത്തെ ആദിവാസികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 40ഓളം വിഭാഗങ്ങളിലെ ആദിവാസികൾ പശ്ചിമഘട്ടത്തില് നിവസിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിൽ തന്നെ ഇപ്പോ നമുക്ക് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലുള്ള ജർവാസ് പോലെയുള്ള 1-2 വിഭാഗങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിൽ ഏറ്റവും പ്രാചീനമായിട്ടുള്ള ആദിവാസികളുള്ളത് കരുളായി, നമ്മുടെ മലപ്പുറം ജില്ലയിലെ കരുളായിലെ ചോലനായ്ക്കർ വിഭാഗമാണ്. അത് കഴിഞ്ഞിട്ട് ശബരിമലയിലെ മലമ്പണ്ടാരങ്ങള്, നീലഗിരി കുന്നുകളിലെ തോടര്, അഗസ്ത്യമലയിലെ കാണിക്കാര്, ഇടുക്കി ഭാഗങ്ങളിലുള്ള മുതുവാന്മാരും മാഞ്ഞാന്മാരും. നോക്കൂ, ഇവരെല്ലാം അങ്ങനെ 40ഓളം വിഭാഗങ്ങളിൽ വരുന്ന അവര് ശരിക്കും പറഞ്ഞാൽ ഈ കാടിനുള്ളില് അവിടുത്തെ പരിസ്ഥിതിയോട് ഇണങ്ങി ആവാസ വ്യവസ്ഥയുടെ ഭാഗമായി ജീവിച്ചു വന്നവരായിരുന്നു അവർ ഓരോരുത്തരും. പ്രത്യേകിച്ച് ചോലനായ്ക്കർ വിഭാഗമൊക്കെ. അപ്പൊ ഇപ്പൊ ചോലനായ്ക്കരുടെ കാര്യം പറയുമ്പോൾ കേരളയില് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങള് മുകളില് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ കേരളത്തില് വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം. ഈ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന്റെ ഉള്ളിൽ ഒരു കോട്ട പോലെ നമ്മളെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു വലിയ ഭാഗമുണ്ട്. ഏതാണ് ആ ഭാഗം എന്ന് നിങ്ങൾക്കറിയാം. ഒന്ന് മുക്രുത്തി കൊടുമുടി, മറ്റൊന്ന് നീലഗിരി കൊടുമുടി, മൂന്നാമതൊന്ന് വാക്ഷയം കൊടുമുടി. ഇങ്ങനെ 3 കൊടുമുടികള് നമ്മുടെ ഒരു കോട്ട പോലെ സംരക്ഷിച്ചു നിർത്തുന്നുണ്ട്. അത് തമിഴ്നാടിനെയും കേരളത്തെയും വേർതിരിക്കുന്ന ഒന്നാണ്. ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഞങ്ങള് യാത്ര തുടങ്ങുമ്പോൾ ബാലൻ എന്ന് പേരുള്ള ഒരു ചോലനായ്ക്കർ ബാലനാണ്
ഞങ്ങളോടൊപ്പം വഴികാട്ടിയായിട്ട് വന്നു. അദ്ദേഹം ഇങ്ങനെ ഞങ്ങളോടുകൂടെ ചെരുപ്പ് പോലും ഇടാതെ ഈ പ്രകൃതിയുടെ ഒരു ഭാഗമായി ഇങ്ങനെ ഞങ്ങളോടൊപ്പം വരികയാണ്. ഓരോ കുന്ന് കയറി ഞങ്ങൾ പോകുമ്പോഴും ഞങ്ങൾക്ക് നിശബ്ദനായ വഴികാട്ടിയായിട്ട് അദ്ദേഹം ഇങ്ങനെ നടന്ന് പോവുകയാണ്. പിന്നെ ചാലിയാറിന്റെ കൈവഴിയായിട്ടുള്ള കരിമ്പുഴയുടെ കൈവഴിയായിട്ടുള്ള പാണപ്പുഴയും കിടന്ന് ഞങ്ങൾ പിന്നെ നമ്മൾ വെച്ചുപിടിപ്പിച്ചുണ്ടാക്കി ബ്രിട്ടീഷുകാരുടെ സമയത്ത് വെച്ചുപിടിപ്പിച്ചുണ്ടാക്കിയിട്ടുള്ള തേക്ക് തോട്ടങ്ങളും കടന്ന് പാണപ്പുഴ താണ്ടി ഞങ്ങൾ അപ്പുറത്തെത്തിയപ്പോൾ ഞങ്ങൾ കാണുന്ന കാടെന്ന് പറയുന്നത് ഒരു പത്രവാദി വനമാണ്, ഇലപൊഴിയും കാടാണ്. ഈ ഇലപൊഴിയും കാട് എന്ന് പറയുന്നത് എന്തുകൊണ്ട് മുകളിൽ നിന്ന് ആകാശത്തു നിന്നുള്ള സൂര്യപ്രകാശം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് താഴേക്ക് പതിക്കുന്ന കാനോപ്പിയിൽ നന്നായിട്ട് വിടവുള്ള മരങ്ങളുടെ വിടവിലൂടെ പ്രകാശം താഴേക്ക് എത്തുന്നത് കൊണ്ട് പുല്ലും മറ്റ് സസ്യജാതികളും ഇഷ്ടം പോലെ അടിക്കാടായിട്ട് വളരുന്ന ഒരു പ്രദേശം. അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ പുല്ല് കൂടുതലുള്ളത് കൊണ്ടൊക്കെ മൃഗങ്ങളും ധാരാളം ഉണ്ടാകും. അത്തരത്തിലുള്ള പത്രവാദി വനങ്ങൾ, അവിടെയുള്ള മരങ്ങളുടെ കൂടുതൽ സ്പീഷീസുകളും ഒരു പ്രത്യേക പത്രരഹിത കാലം അവിടെ ഉണ്ടാവും. പത്രരഹിത കാലം പിന്നെ തണുപ്പിനോടനുബന്ധിച്ചൊക്കെ ഇല മൊത്തത്തിൽ ഒരുമിച്ച് പൊഴിക്കുന്ന ഒരു രീതിയാണ് ചില മിക്കവാറും സസ്യങ്ങൾക്ക് ഉണ്ടാവുക. അങ്ങനെയുള്ള സസ്യങ്ങളുടെ ഹാബിറ്റിനെ നമ്മൾ പറയുന്നത് ഡെസിഡിയസ് ഹാബിറ്റ് എന്നാണ് പറയുന്നത്. ഒരുമിച്ച് പത്രങ്ങളെല്ലാം പൊഴിക്കും. അപ്പൊ അങ്ങനെയുള്ള മരങ്ങളും സ്പീഷീസുകളും കൂടുതലുള്ള ഒരു ഏരിയയും കൂടിയാണ് ഇത്. അതുപോലെ തന്നെ കാനോപ്പി ഡെൻസിറ്റി കുറവായിരിക്കും. മരങ്ങൾ 1, 2, 3 തട്ടുകളിലായിട്ട് സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടാകും. അത് കഴിഞ്ഞ് ഞങ്ങൾ 1, 2 മലകൾ കയറി ഇറങ്ങി. ഓരോ മലയും കയറുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതിന്റെ മുകളിൽ ഇനി ഹൈറ്റ് ഉണ്ടാവില്ല. ഓരോ മലയും നമ്മൾ ശ്വാസം മുട്ടി മുകളിലെത്തുമ്പോൾ, അപ്ഹിൽ എന്ന് പറഞ്ഞ കവിത നമ്മൾ പണ്ട് പഠിച്ചത് ഓർക്കുന്നുണ്ടാവും. അവിടെ എത്തുമ്പോൾ നമ്മൾ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നു. ഇനി ഇറക്കം മാത്രമേ ഉള്ളൂ. വീണ്ടും ആ ഇറക്കം കഴിഞ്ഞ് വീണ്ടും ഒരു കയറ്റമാണ്. അങ്ങനെ ഓരോ കയറ്റം കയറുമ്പോഴും അടുത്ത് 2, 3 വലിയ വലിയ കൊടുമുടികൾ കയറി എത്തുമ്പോൾ പിന്നീട് ഞങ്ങൾ കാണുന്നത് പതുക്കെ ഈ ഇലപൊഴിയും കാടുകളും മാറി ഒരു അർദ്ധനിത്യഹരിത വനത്തിലേക്ക് എത്തി, ഒരു സെമി എവർഗ്രീൻ ഫോറസ്റ്റിലേക്ക് എത്തി. അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഒരു കുളിർമ അനുഭവപ്പെട്ടു. മരങ്ങളുടെ സ്പീഷീസുകളിൽ, സസ്യങ്ങളുടെ സ്പീഷീസുകളിൽ വ്യത്യാസം വന്നു. സൂര്യപ്രകാശം വളരെ കുറച്ച് മാത്രമേ താഴേക്ക് പതിക്കുന്നുള്ളൂ. അപ്പോ മാത്രമല്ല അടിക്കാടുകൾ തീരെ ഇല്ല എന്ന് തന്നെ പറയാം. നമുക്ക് കരിങ്കുറിഞ്ഞി പോലെയുള്ള സ്പീഷീസുകൾ, തെച്ചി പോലെയുള്ള സ്പീഷീസുകൾ, ഇതൊക്കെയാണ് അടിക്കാടായിട്ട് ഉള്ളൂ. കരിങ്കുറിഞ്ഞി ധാരാളമായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കാണാനായിട്ട്. അപ്പൊ മൃഗങ്ങളുണ്ട്, പക്ഷെ മൃഗങ്ങളുടെ എണ്ണം അവർ തീറ്റ തേടുന്നതിന് അത്ര പ്രാപ്യമല്ലാത്ത സ്ഥലമായതുകൊണ്ട് അവിടെ മൃഗങ്ങളുടെ എണ്ണം കുറവായിരിക്കും. മുകളിലെ കാനോപ്പി ഡെൻസിറ്റി വളരെ കൂടുതലായിരിക്കും. അത് കഴിഞ്ഞ് വീണ്ടും 1, 2 കുന്നുകൾ, 1, 2 മലകളൊക്കെ കയറി ഞങ്ങൾ മുകളിൽ എത്തുമ്പോൾ ഞങ്ങൾ പിന്നെ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് നിത്യഹരിത വനമാണ്, എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്. എല്ലാ മരങ്ങളിലൊക്കെ പൂപ്പലും പായലും ഒക്കെ നിറയെ കാണാം. അപ്പോൾ ഹൈറ്റ് കൂടിയ ഈ പ്രദേശത്ത് കാനോപ്പി ഡെൻസിറ്റി എന്ന് പറയുന്ന മരങ്ങളുടെ ഇലച്ചാർത്തുകൾ തമ്മിൽ ചേർന്ന് സൂര്യപ്രകാശത്തെ ഒട്ടും കടത്തിവിടാത്ത രീതിയിൽ വളരെ നല്ല ഒരു ശീതീകരിച്ച മുറിയിൽ നമ്മൾ ചെന്ന് ഇരുന്നാലത്തെ അവസ്ഥയാണ്. പെട്ടെന്നാണ് ഒരു മഴ അവിടെ പെയ്തത്. മഴ പെയ്ത് ഒരു ചെരുവിലൂടെ ഞങ്ങൾ നടന്നു നീങ്ങുമ്പോഴാണ് മഴ പെയ്തത്. നമ്മുടെ ബാലന് ഈ മഴയെ അത്ര പിടിച്ചില്ല. അങ്ങനെ ഭയങ്കരമായിട്ട് തണുത്ത് കുറച്ച് അദ്ദേഹം അവിടെ കുറച്ചു നേരം നിന്നു. ഞങ്ങൾ നിൽക്കേണ്ടി വന്നു. അങ്ങനെ നിന്ന് കുറച്ചു നേരം ഈ മഴ ഒന്ന് ശമിക്കട്ടെ എന്ന് വിചാരിച്ച് നിന്നപ്പോഴേക്കും നമ്മൾ കയറാൻ പോകുന്ന ഭാഗങ്ങളിലൊക്കെ ഈ ഇലകളെല്ലാം താഴേക്ക് കുറച്ചൊക്കെ ഭാഗങ്ങളിലൊക്കെ നീങ്ങി അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഈ മഴ ഇങ്ങനെ വന്നപ്പോഴേ മുകളില് ഈ പശ്ചിമഘട്ടത്തിന്റെ ഈ നിത്യഹരിത വനത്തിന്റെ മുകളിൽ നിന്നാണ് മഴ പതുക്കെ ആദ്യത്തെ വലിയ ഏറ്റവും 40-45 മീറ്റർ ഹൈറ്റ് ഉള്ള മരങ്ങളുടെ ഇലത്തട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കാനോപ്പി എന്നാണ് അതിന് പറയുന്നത്. ആ ഇലത്തട്ടിലേക്ക് മഴയുടെ വലിയ തുള്ളികൾ ഇങ്ങനെ ചാടുമ്പോൾ അവിടെ പതുക്കെ അത് ഓരോ ഇലകളിലും പ്രവേശിച്ച് പതുക്കെ അത് താഴേക്ക് ഈ മഴത്തുള്ളിയെ വീണ്ടും താഴേക്ക് വിടുകയാണ്. അങ്ങനെ താഴേക്ക് വരുമ്പോഴേക്ക് ഒരു 30 മീറ്റർ ഹൈറ്റിലൊക്കെയുള്ള മറ്റൊരു തട്ട്, മരങ്ങളുടെ ഒരു തട്ട് അങ്ങനെ നിൽക്കുക, ഇലച്ചാർത്തുകളുടെ തട്ട്. അതിലേക്കാണ് ഈ മഴത്തുള്ളി താഴേക്ക് പിന്നീട് വരുന്നത്. ഈ ഇലച്ചാർത്തുകൾ തട്ടി വീണ്ടും വളരെ പതുക്കെ ഈ മഴത്തുള്ളി താഴേക്ക് ഇങ്ങനെ നിപതിക്കുകയാണ്. അതിനടിയിലും ഈ 15-20 മീറ്റർ ഹൈറ്റിലുള്ള മരങ്ങളുടെ ഒരു വിധാനം. അതും കഴിഞ്ഞ്
താഴേക്ക് എത്തുമ്പോഴോ ഈ മഴത്തുള്ളിയെ, ശക്തി കുറഞ്ഞ വരുന്ന ഈ മഴത്തുള്ളിയെ സ്വീകരിക്കാനായിട്ട് ഈ പശ്ചിമഘട്ടത്തിന്റെ താഴ്ഭാഗത്തുള്ള ക്ലേദം അല്ലെങ്കിൽ ഹ്യൂമസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഒരു സ്പോഞ്ച് പോലെ, ഒരു മെത്ത പോലെ ഇതിനെ സ്വാംശീകരിക്കാൻ ശയ്യ വിരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. എന്താണ് ക്ലേദം? ക്ലേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരങ്ങളുടെ ശുഷ്കിച്ച ഉണങ്ങിയ ഇലകളും ഇലച്ചാർത്തുകളും കമ്പുകളും അതേപോലെ തന്നെ അവിടെയുള്ള സൂക്ഷ്മജീവികളും അതുപോലെ തന്നെ ജന്തുജാതികളുടെ അവശിഷ്ടങ്ങളും എല്ലാം ചേർന്നിട്ടുള്ള ഒരു നല്ലൊരു തട്ടാണ്. അതിന്റെ അടിഭാഗത്ത് ഒരു ഭാഗം മണ്ണായി തീർന്നിട്ടുണ്ടായിരിക്കും, ഒരു ഭാഗം മണ്ണായിക്കൊണ്ടിരിക്കുന്ന ഭാഗം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഈ ഭാഗങ്ങളിൽ ഒരു സ്പോഞ്ച് പോലെ അതിലേക്ക് ഈ വെള്ളത്തുള്ളികൾ അങ്ങനെ വീഴുകയാണ്. എന്തൊരു സുഖമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഈ മെത്തയിലേക്ക് ഒരു നവോഢയെ പോലെ ഈ മഴത്തുള്ളി ഇങ്ങനെ കിടക്കുക. അത് താഴേക്ക് എങ്ങും പോകുന്നില്ല. ഇഷ്ടംപോലെ മഴത്തുള്ളികളെ, ഇഷ്ടംപോലെ ഈ വെള്ളത്തെ സ്വീകരിക്കാൻ സജ്ജമായിരിക്കുകയാണ് ഈ മെത്ത. അങ്ങനെ പതുക്കെ പതുക്കെ ഈ മഴയെല്ലാം ഈ ക്ലേദം സ്വാംശീകരിച്ചു. പതുക്കെ മഴ നിന്നപ്പോൾ ഞങ്ങൾ പതുക്കെ മുകളിലേക്ക് കയറി. മുകളിലേക്ക് ഒരു ഒന്ന് രണ്ട് കുന്നുകൾ കൂടി കയറി ഞങ്ങൾ നിന്ന മലകളുടെ ഭാഗങ്ങളിലേക്ക് താഴേക്ക് നോക്കുമ്പോൾ പതുക്കെ ഞങ്ങൾ നിന്ന ആ ഭാഗത്ത് നിന്ന് ഒന്നോ രണ്ടോ നീർച്ചാലുകൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഈ ക്ലേദത്തിൽ നിന്ന് ഓവറായിട്ട് വരുന്ന, വല്ലാത്ത രീതിയിൽ വരുന്ന വെള്ളത്തെ ചെറിയ ചെറിയ നീർച്ചാലുകളാക്കി മാറ്റിയിരിക്കുന്നു. അങ്ങനെ 3 or 4 അപ്പുറം കാണുന്ന കുന്നുകളിൽ നിന്നൊക്കെ പല പല നീർച്ചാലുകൾ ഇങ്ങനെ ഉണ്ടായിരിക്കും. ഈ നീർച്ചാലുകള് ഒരു മലമടക്കിലെത്തി ഒരു ചെറിയ അരുവിയായിട്ട് രൂപാന്തരപ്പെടും. ഇങ്ങനെ നോക്കുമ്പോൾ പല ഭാഗങ്ങളിൽ നിന്നും വന്നിരിക്കുന്ന ഈ അരുവികളെല്ലാം ചേർന്ന് നമ്മുടെ പാണപ്പുഴ ഉണ്ടായിരിക്കും. ഈ പാണപ്പുഴയും മറ്റ് പുഴകളും, കൊച്ചു കൊച്ചു പുഴകളും അരുവികളും ചേർന്ന് നമുക്ക് കരിമ്പുഴയും ഇതേപോലെ കരിമ്പുഴ, അതുപോലെ കുതിരപ്പുഴ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പുഴകൾ ചേർന്ന് നമ്മുടെ ചാലിയാറും അങ്ങനെ ഒഴുകുകയാണ്. നോക്കൂ, എവിടെ നിന്നാണ്, ആരാണ് അവരുടെ അമ്മ? തീർച്ചയായിട്ടും നമുക്ക് ആലോചിക്കാം. നമുക്ക് തീർച്ചയായിട്ടും ഈ ചോലനായക്കരെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ ഒരു വിശേഷം കൂടി നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശിക്കുക. നോക്കൂ, തോടരുടെ ഒരു വീടാണ്. തോടർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നീലഗിരി ഭാഗങ്ങളിലുള്ള, തമിഴ്നാടിന്റെ ഭാഗങ്ങളിലുള്ള ഒരു ട്രൈബ്സ് ആണ്. വളരെ ഒരു പ്രത്യേക രീതിയിലുള്ള വീട് നിർമ്മാണമാണ് അവർ നടത്തുന്നത്, തണുപ്പിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട്. മറ്റു ആവാസ വ്യവസ്ഥകളുടെ ഒരു വലിയൊരു വ്യൂഹം തന്നെയാണ് പശ്ചിമഘട്ടം. ഞാൻ പറഞ്ഞപ്പോൾ നിത്യഹരിതവനം മാത്രം എടുക്കുകയാണെങ്കിൽ തന്നെ, നിത്യഹരിതവനത്തിലോ അല്ലാത്ത വനങ്ങളിലൊക്കെ ആണെങ്കിൽ തന്നെ വയലുകളുണ്ട്, ഓരോ മരങ്ങളും തന്നെ, തോടുകളുണ്ട്, നീർച്ചാലുകളുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ കുളങ്ങളുണ്ട്. ഒന്ന് നോക്കി എത്രത്തോളം ആവാസ വ്യവസ്ഥകളാണ് അവിടെ ഉള്ളത്. ആവാസ വ്യവസ്ഥകളുടെ ഒരു വലിയൊരു വൈവിധ്യം തന്നെ കാണാം പശ്ചിമഘട്ടത്തിൽ. അതുപോലെ ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിതവനങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിതവനങ്ങൾ മുതൽ ചോലക്കാടുകളും പുൽമേടുകളും വരെ ഇവിടെ കാണാം. ഞങ്ങൾ ഈ ബാലനെയും കൊണ്ട് ഞങ്ങൾ മുകളിലേക്ക് കയറി അവസാനം എത്തി. ഒരു ദിവസം അവിടെ താമസിച്ചതിന് ശേഷം ഒരു പാണപ്പുഴയുടെ ഒരു കൈവഴിയുടെ തീരത്ത് ഞങ്ങൾ താമസിച്ചപ്പോഴാണ് ഞങ്ങൾ മരനായ എന്ന് പറയുന്ന നീലഗിരി മാർച്ചിനെ യാദൃശ്ചികമായിട്ട് കാണാനിടയായി. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ദിവസം മല കയറി ഈ നീലഗിരി മുക്കുറുത്തി പീക്കുകൾക്കിടയിലൂടെ കടന്ന് ഞങ്ങൾ മുകളിലെത്തുമ്പോഴേക്ക് അവിടെ വീണ്ടും ഞങ്ങളുടെ വരവേറ്റത് ഒരു മഴയായിരുന്നു. ചെറിയ മഴ, ഞങ്ങളെ ആർദ്രമായിട്ട് എതിരേൽക്കുന്ന ഒരു മഴ. ആ മഴ എതിരേറ്റ് ഞങ്ങൾ എത്തുന്നത് ഞങ്ങളെക്കാൾ ഹൈറ്റുള്ള പുൽമേടുകളിലേക്കാണ്. ഈ പുൽമേടുകളുടെ ഒരു ഭാഗം തമിഴ്നാടിന്റെ മുക്കുറുത്തി നാഷണൽ പാർക്കാണ്. മുക്കുറുത്തി ദേശീയോദ്യാനത്തിലേക്കാണ് ഞങ്ങൾ പതുക്കെ പ്രവേശിച്ച് എത്തുമ്പോൾ അവിടെ ഈ പുൽമേട് എന്ന് പറയുന്ന പുൽമേടുകളൊക്കെ നമ്മൾ വെട്ടിയെടുത്തിട്ട് അവിടെ എന്തൊക്കെ ചെയ്യാം. ഇതൊരു ക്ലൈമാറ്റിക് വെജിറ്റേഷൻ ആണ് ശരിക്കും പുൽമേട്. അവിടെയും നമുക്ക് വെള്ളവും എല്ലാം കാണാൻ പറ്റും. ഇഷ്ടംപോലെ വെള്ളത്തിന്റെ ഒരു സംഭരണി തന്നെയാണ് ഇത്തരത്തിലുള്ള പുൽമേടുകൾ. അപ്പോ അങ്ങനെയുള്ള പുൽമേട്ടിലാണ് ഞങ്ങൾ ചെന്നെത്തുന്നത്. അത് എന്ന് പറയുന്നത് ശരിക്കും ഹെമിട്രാഗസ് ഹൈലോക്രിയസ് എന്നുള്ള വരയാടിന്റെ ഒരു ആവാസ വ്യവസ്ഥ കൂടിയാണ്. തീർച്ചയായിട്ടും നമുക്ക് അടുത്ത് നോക്കാം. ഭാരതത്തിലെ മൊത്തം വനവിസ്തൃതിയിൽ 20% പശ്ചിമഘട്ടത്തിൽ നിന്നും 60ഓളം നദികൾ ഉത്ഭവിക്കുന്നുണ്ട്. നോക്കൂ, അതാണ്. അതായത് ഭാരതത്തിലെ മൊത്തം വനവിസ്തൃതി എടുക്കുകയാണെങ്കിൽ അതിന്റെ 20% പശ്ചിമഘട്ടത്തിലുള്ളത്. അതിൽ
60ഓളം നദികൾ ഉത്ഭവിക്കുന്നു എന്നതാണ്. അത് മാത്രമല്ല, ഈ നദികള് മൊത്തം നമ്മുടെ ഇന്ത്യയുടെ ഭൂവിസ്തൃതിയിൽ 40% ഭാഗത്തെ ഫലഭൂയിഷ്ടമാക്കുന്നു എന്നുകൂടി ആലോചിക്കും. ഒരു നിത്യഹരിത വനത്തിന്റെ ഒരു വിദൂര ദൃശ്യമാണ്. അതിനോട് ചേർന്നൊരു പുൽമേടും കൂടി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോ നമുക്ക് കാഴ്ചയുടെ ഈ ഭംഗിക്കൊപ്പം തന്നെ അതിന്റെ സംരക്ഷണത്തിന്റെ ഭംഗി കൂടി ആസ്വദിക്കണം എന്നതിനോടൊപ്പം ഞാൻ പറയുകയാണ്. പിന്നെ പശ്ചിമഘട്ടത്തിന്റെ മറ്റു പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണ്? പശ്ചിമഘട്ടത്തിൽ വ്യത്യസ്തങ്ങളായ ആവാസ വ്യവസ്ഥകൾ ഉള്ളത് കൊണ്ട് അതിനെ ഒരു ജനിതക കലവറയായിട്ടെടുക്കും. ഒരു ജനിതക കലവറയാണ്. കാരണം നമ്മൾ ഭക്ഷിക്കുന്ന ഓരോ ഭക്ഷ്യവിളയും, സുഗന്ധവിളയും, ധാന്യവിളകളും, ഔഷധ സസ്യങ്ങളും ഒക്കെ അതിന്റെ വന്യരൂപങ്ങളെല്ലാം ഈ വനസ്ഥലിയിലാണുള്ളത് എന്ന് അറിയുക. കാരണം നമ്മളിപ്പോ താമസിക്കുന്ന മിക്കവാറും ഈ ഭാഗങ്ങളിൽ എല്ലാം തന്നെ വനമായിരുന്നു. നമുക്ക് നമ്മുടെ കേരളത്തെ 3ആയിട്ട് തരംതിരിക്കാം. ഇപ്പൊ എന്താണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം, ഇങ്ങനെ 3ആയിട്ട് തരംതിരിക്കാം. മലനാട് എന്ന് പറയുന്ന പശ്ചിമഘട്ടം തന്നെ. പശ്ചിമഘട്ടത്തിൽ നിന്ന് കടും കുത്തനെയുള്ള നദികളെല്ലാം ഉത്ഭവിച്ച് താഴേക്ക് എത്തുമ്പോഴേക്ക് ഇടനാട്ടിലെത്തി കുറച്ചു ദൂരം സഞ്ചരിച്ച് അത് തീരപ്രദേശത്തിലൂടെ അറബിക്കടലിലേക്കോ അല്ലെങ്കിൽ നേരെ കിഴക്കോട്ടൊഴുകുന്ന നദികളാണെങ്കിൽ അപ്പുറത്തേക്കോ ഒക്കെ പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് വളരെ കുറച്ചു ദൂരം മാത്രമേ നദികൾക്ക് ഒഴുകാനുള്ള സ്ഥലം പോലും ഉള്ളൂ. അപ്പോ ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട തൊഴിൽ അക്കാലത്തുണ്ടായിരുന്നു, സ്റ്റോൺ ഏജിലൊക്കെ ശിലായുഗങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു വെച്ചാൽ വേട്ടയാടുക എന്നുള്ളതായിരുന്നു. പതുക്കെ വേട്ടയാടിൽ നിന്ന് നിർത്താൻ നമ്മൾ അവിടെ നിന്നും ഇവിടുന്നൊക്കെ നമുക്ക് ഓരോ സാധനങ്ങൾ പറിച്ചു തിന്നുന്ന അവസ്ഥയിലേക്ക് എത്തും. അങ്ങനെ ഈ പറിച്ചു തിന്നുന്ന സ്പീഷീസുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അത് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് വളരെ പതുക്കെ മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് കാട്ടിൽ നിന്ന് ചക്കയും മാങ്ങയും നെല്ലും അരിയും മറ്റു കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പതുക്കെ കൃഷിയിലേക്ക് നമ്മൾ തിരിഞ്ഞത്. അതുകൊണ്ടാണ് പറയുന്നത് വനം കൃഷിയുടെ മാതാവാണ്. വനമാണ് കൃഷിയുടെ മാതാവ്. അതിന്റെയൊക്കെ വൈൽഡ് വെറൈറ്റി ഇപ്പോഴും ഉള്ളത് കാട്ടിലാണ്. കാട് സംരക്ഷിക്കാതെ നമുക്ക് കൃഷിയിലേക്ക് ഇനിയും പോകാൻ പറ്റും എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കണ്ട. അവിടെ ഇല്ലാതാക്കുന്നത് ഒരു കലവറയുടെ നാശമാണ്. നോക്കൂ, ജനിതക കലവറയാണ്. അതായത് വർണ്ണാഭമായ ഒരു കലവറ. നോക്കൂ, ചിത്രശലഭങ്ങൾ, പലതരത്തിലുള്ള ചിത്രശലഭങ്ങള്, വണ്ടുകള്, തേനീച്ചകള്, പുഷ്പങ്ങള് എന്ന് വേണ്ട സസ്യങ്ങള്, ജന്തുക്കള് എല്ലാം സവർണമായ ഒരു ജനിതക കലവറയാണ് ഓരോ കാലം. നോക്കൂ, ഇപ്പൊ തേനീച്ചകളോ തുമ്പികളോ ചിത്രശലഭങ്ങളോ ഒന്നും ഈ പൂങ്കത്ത് വേണ്ട എന്ന് വെക്കുക. നിങ്ങളുടെ നെല്ലെന്തിയില്ല, നെല്ലുണ്ടാവില്ല. നിങ്ങൾക്ക് പരാഗണം നടക്കണം. ഓരോന്നിനും ഒരു പുഷ്പം ഉണ്ടായി ആ പുഷ്പം മറ്റൊരു പുഷ്പമായി മാറണമെങ്കിൽ, കായ് ഉണ്ടാവണമെങ്കിൽ ഒക്കെ പരാഗണങ്ങളും ഒരു പുതിയ ചെടിയിലേക്ക് ഇത് വരണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഓരോ സൂക്ഷ്മജീവിക്കും, ഓരോ ചെറു പൂമ്പാറ്റയ്ക്കും, ഓരോ ചെറു തേനീച്ചയ്ക്കും ഈ ആവാസ വ്യവസ്ഥയിൽ സ്ഥാനമുണ്ട് എന്ന് തിരിച്ചറിയുക. ഒന്ന് നശിച്ചാൽ തീർച്ചയായും അതിന്റെ ആ ജാലിക നഷ്ടപ്പെടും. എവിടെയൊക്കെ ഇപ്പോ നമ്മള് പക്ഷിയെ കുറിച്ചൊക്കെ നമ്മൾ കാൽവരിയ മേജറും ഡോഡോ പക്ഷിയെ കുറിച്ചൊക്കെ നമ്മൾ മൗറീഷ്യസിലെ അതിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. കാൽവരിയ മേജർ എന്ന് പറയുന്ന ഒരു മരം നമ്മുടെ തേക്ക് പോലെ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു മരമായിരുന്നു. അപ്പൊ ഡോഡോ പക്ഷി എന്ന് പറയുന്ന പക്ഷിയെ ആദ്യമൊന്നും ആരും വേട്ടയാടി തിന്നൊന്നും ഉണ്ടായിരുന്നില്ല. പതുക്കെ ആ വിദേശികള് വന്ന് ഈ ദ്വീപ് ആക്രമിക്കാൻ തുടങ്ങിയും അവിടെ ആളുകൾ കൂടാൻ തുടങ്ങിയൊക്കെ ചെയ്തപ്പോ അവിടെ പതുക്കെ എങ്ങും ഓടിപ്പോവാത്ത ഈ പക്ഷിയെ എറിഞ്ഞു വീഴ്ത്തി കൊന്നു തിന്നാൻ തുടങ്ങി. അങ്ങനെ കൊന്നു തിന്ന് ഈ പക്ഷി ഭൂമുഖത്ത് നിന്ന് നിഷ്കാസിതമായി. അതിന് പിന്നീടാണ് അവര് തിരിച്ചറിഞ്ഞത് കാൽവരിയ മേജർ എന്ന് പറയുന്ന ഈ മരം പുനരുജ്ജീവിക്കുന്നില്ല, പുതിയ സസ്യങ്ങൾ ഉണ്ടാവും, പുതിയ തൈകൾ ഉണ്ടാവുന്നില്ല. അപ്പൊ നോക്കുമ്പോഴെന്താണ് അവസ്ഥ പറഞ്ഞിരിക്കുന്നത്? നോക്കൂ, ഈ ഡോഡോ പക്ഷി ഇതിന്റെ കായ് തിന്നുമ്പോ എന്താ ഉണ്ടാവുന്നത്? ഈ കായ്കൾ തിന്നുമ്പോൾ അതിന്റെ മാംസളമായ ഭാഗം ദഹിച്ചു പോവുകയും അതിന്റെ കട്ടിയുള്ള ഭാഗം അതിന്റെ ഉപാപചയ പ്രക്രിയയിലൂടെ പ്രോസസ്സിലൂടെ പുറത്തു വരികയും ചെയ്യുമ്പോൾ നല്ലൊരു വിത്തുപചാര സീഡ് ട്രീറ്റ്മെന്റ് ആണ് അവിടെ നടക്കുന്നത്. നമ്മൾ സീഡ് മുളപ്പിക്കാൻ വേണ്ടി പല ട്രീറ്റ്മെന്റ്, നെല്ല് മുളപ്പിക്കാനാണെങ്കിൽ വെള്ളത്തിലിട്ട് 2 ദിവസം വെച്ച് പുറത്ത് വെക്കുന്ന രീതിയിലേക്ക് സീഡ് ട്രീറ്റ്മെന്റ് വരെ നടത്തുന്നു. അത് നോക്കൂ, അത്രത്തോളം പ്രകൃതി നമുക്ക് കനിഞ്ഞനുഗ്രഹിച്ചിട്ടുള്ള ഓരോ സ്പീഷീസിനെയും നശിപ്പിക്കുന്നത് തീർച്ചയായും നമുക്ക് ഉചിതമായിരിക്കില്ല. ഭാരതത്തിലെ മൊത്തം വിസ്തൃതിയുടെ 6% ഉള്ളൂ എങ്കിലും അതാണ് പശ്ചിമഘട്ടം
ഭാരതത്തിന്റെ മൊത്തം വിസ്തൃതിയുടെ 6% ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും ജൈവ വൈവിധ്യത്തിന്റെ 30% പശ്ചിമഘട്ടത്തിലാണ് ഉള്ളത്. പശ്ചിമഘട്ടത്തിൽ ജൈവ വൈവിധ്യത്തെ കുറിച്ച് ഞാൻ നേരത്തെ ജൈവ വൈവിധ്യം എന്നുള്ള പദം തന്നെ 1980-കളിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് പക്ഷെ ആശയം അതിന് മുമ്പേ ഉണ്ടായിരുന്നു. പശ്ചിമഘട്ടത്തിലെ ജൈവ വൈവിധ്യത്തിന്റെ വൈപുല്യം, സപുഷ്പികൾ, ഞാൻ നേരത്തെ പറഞ്ഞ സ്പീഷീസുകളുടെ വൈപുല്യമൊക്കെ നമ്മൾ പറഞ്ഞു. 139 സസ്തനികളെ കുറിച്ചും. ഭാരതത്തിൽ 530 വർഗമാണ് ഉഭയജീവികളുള്ളത്. ഈ പശ്ചിമഘട്ടത്തിൽ മാത്രം 204 ഉണ്ട്. ഭാരതത്തിൽ 345 ഉഭയജീവികൾ ഉള്ളതിൽ നേരത്തെ ഉരകങ്ങളുടെ കാര്യം പറഞ്ഞു. 201 പശ്ചിമഘട്ടത്തിലാണ്. ശുദ്ധജല മത്സ്യങ്ങളിൽ 300 പശ്ചിമഘട്ടത്തിലുണ്ട്. പക്ഷികളിൽ 1300 ഭാരതത്തിലുള്ളതെങ്കിൽ ഈ പശ്ചിമഘട്ടത്തില് 508 ഉണ്ട്. അപ്പോ അങ്ങനെ ഷഡ്പദങ്ങള്, ചിലന്തികള്, പഴുതാരകള്, തേളുകള്, മണ്ണിരകള്, തോട്ടപ്പുഴ, ഒച്ചുകൾ, കാക്കകൾ, ഇങ്ങനെ എന്തെല്ലാം സ്പീഷീസുകളാണ്. ഇവയെല്ലാം ഒരു ജാലിക പോലെ പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ, പശ്ചിമഘട്ട മലനിരകളും ആവാസ വ്യവസ്ഥകളും നിലനില്ല എന്നുണ്ടെങ്കിൽ, പർപ്പിൾ ഫ്രോഗ് പോലെ അല്ലെങ്കിൽ മലബാർ ഗ്ലൈഡിംഗ് ഫ്രോഗ് പോലെയുള്ള തവളകളൊക്കെ നമുക്ക് ഈ ആവാസ വ്യവസ്ഥയിൽ അനിവാര്യമാണ്. ഇപ്പോ കോഴിക്കോട് ജില്ലയിലെ നമ്മൾ മലബാർ വന്യജീവി സംഘത്തിൽ കക്കയം ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഓട തവള ഉണ്ട്. ഓടയ്ക്കുള്ളിലെ തവളയായിട്ട് ഒരു തവള, ഒരു പ്രത്യേക സ്പീഷീസ് ആണ്. അവിടെ നമ്മൾ കുറ്റ്യാടിപ്പുഴ വരുന്ന കൈവഴികളിൽ നമ്മൾ കുയിൽ എന്ന് പറയുന്ന പ്രത്യേക എൻഡമിക് സ്പീഷീസ്, ദേശീയ ജാതികളുണ്ട്. അപ്പൊ ഇങ്ങനെ പശ്ചിമഘട്ടത്തിൽ ഒരുപാട് ആ പ്രദേശത്ത് മാത്രം കാണപ്പെടുന്ന ജാതികളെയാണ് നമ്മൾ എൻഡമിക് സ്പീഷീസ് അല്ലെങ്കിൽ ദേശീയ ജാതികൾ എന്ന് പറയുന്നത്. നമ്മൾ മൊത്തം കണ്ട സപുഷ്പികളില് 1700 അത്തരത്തിലുള്ള ദേശീയ ജാതികളാണ്, എൻഡമിക് സ്പീഷീസ് ആണ്. അതുപോലെ തന്നെ സസ്തനികളില് 139 എൻഡമിക് ആണ്. ഉരകങ്ങളിൽ 124 എൻഡമിക് ആണ്. ഉഭയജീവികളിൽ 176, ശുദ്ധജല മത്സ്യങ്ങളിൽ 150 എൻഡമിക് ആണ്. പക്ഷികളിൽ 16. അങ്ങനെ ആ ദേശീയ ജാതികളുടെ ഒരു വൈവിധ്യം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മളെ ഹോട്ട്സ്പോട്ട് ആയിട്ട് എടുത്തിരിക്കുന്നത്. മലബാർ ട്രീ നിംഫും, നീലഗിരി ലങ്കൂറും, അതുപോലെ തന്നെ ലൈൻ ടൈൽഡ് മെക്കാർക്കും ഒക്കെ, ഹിമവാലൻ കുരങ്ങ്, കരിങ്കുരങ്ങ്, അതുപോലെ തന്നെ നമ്മുടെ ചിത്രശലഭങ്ങളുടെ ഒരു ജാതി എല്ലാം ഈ ഭാഗത്ത്. നമ്മുടെ കടുവയെ കുറിച്ച് പറയുമ്പോൾ ഇന്നലെ നമ്മുടെ ഒരു റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആക്രമിച്ച ഒരു ഇത് നമ്മളെ പത്രത്തിൽ ഇതിലൊക്കെ കാണാം. തീർച്ചയായിട്ടും നമ്മുടെ ദേശീയ മൃഗമാണ് കടുവ. കടുവ ഒരു കാട്ടിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാട് വളരെ നല്ലതാണെന്നാണ് അർത്ഥമാക്കേണ്ടത് അതാണ്. കാരണം കടുവയ്ക്ക് കുളമ്പുള്ള ജീവികളാണ് സാധാരണ അന്നമായിട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കുളമ്പുള്ള ജീവികൾ അതിന് വിശപ്പ് വരുന്ന സമയത്ത് വേട്ടയാടപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗ്രൂപ്പ്, നിറയെ ഗ്രൂപ്പുകൾ ആ കാട്ടിലുണ്ടാവും. ഇപ്പോ കാട്ടുപോത്തുകളാണെങ്കിലോ അല്ലെങ്കിൽ സാമ്പാർ മാനുകളാണെങ്കിലോ അല്ലെങ്കിൽ പുള്ളിമാനുകളാണെങ്കിലോ ഒക്കെ നിറയെ ഗ്രൂപ്പുകൾ, ആരോഗ്യമുള്ള ഗ്രൂപ്പുകൾ ആ കാട്ടിലുണ്ടാവും. ഇവയെ വളർത്തുന്നതിന് അനുയോജ്യമായ കാട്, പുല്ലും എല്ലാം നിറഞ്ഞ നല്ലൊരു കാട് അവിടെ ഉണ്ടാവും. നിർബാധം ഒഴുകുന്ന വെള്ളം അവിടെ ആവശ്യമാണ്. ഇത്തരത്തിലുള്ള സമഗ്രമായ ഒരു നല്ല കാടുണ്ടെങ്കിൽ മാത്രമേ ഒരു കടുവ അവിടെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഒരു കടുവയുള്ള കാട്, കടുവ എന്ന് പറയുന്ന നമ്മുടെ ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉയർന്ന തട്ടിലുള്ള ഒരു മൃഗമാണ്. അപ്പൊ കടുവയുള്ള കാടെന്ന് പറഞ്ഞാൽ അത് സമൃദ്ധമായ ഒരു കാടെന്നാണ്. അതിലൂടെ നമുക്ക് നിർബാധം വെള്ളം ഒലിച്ചു വരുന്നുണ്ട് എന്നാണ്, നമുക്ക് ശുദ്ധവായു ലഭിക്കുന്നുണ്ട്, മറ്റ് ജന്തു സ്പീഷീസുകൾ അവിടെ ഉണ്ട് എന്നതാണ് അതിന്റെ അർത്ഥം. ഭാരതത്തിൽ അറിയപ്പെടുന്ന 9 പ്രധാന കടുവാ സങ്കേതങ്ങളിൽ പശ്ചിമഘട്ടത്തിലാണ് 9. അതിൽ വരുന്ന ബന്ദിപ്പൂർ, നാഗർഹോളെ, മുതുമല, വയനാട് ശരിക്കും കടുവാ സങ്കേതമല്ല എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ കടുവകൾ ഉള്ള ഒരു പ്രദേശം തന്നെയാണ് വയനാട്. നോക്കൂ, ഏഷ്യൻ ആനകളെ കുറിച്ച്, ആനകളുടെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ നമ്മുടെ മലമ്പ്രദേശങ്ങളിലൊക്കെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും 10,000-ലധികം ഏഷ്യൻ ആനകൾ ഉള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. നോക്കൂ, കുഞ്ഞിന്റെയും അമ്മയുടെയും ചിത്രം എത്ര ഭംഗിയായിട്ടാണ് അത് പോകുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. വംശനാശ ഭീഷണിയുടെ കാര്യത്തിലാണെങ്കിൽ വരയാടുകളെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. വരൈ ആട്, അതായത് തമിഴിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പദമാണിത്. വരൈ എന്ന് പറഞ്ഞാൽ കടുംകുത്തനെയുള്ള പാറക്കെട്ടാണെന്ന് തോന്നുന്നു. ആ പാറക്കെട്ടുകളാണ് ഇവരുടെ ആവാസ വ്യവസ്ഥ. ഇരവികുളം നാഷണൽ പാർക്ക് കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്കാണ്. ഇതില് നമ്മൾ ഒരു സ്പീഷീസിനെ അല്ല സംരക്ഷിക്കുന്നത്, ആ സ്പീഷീസിനെ അവിടെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആവാസ വ്യവസ്ഥ അതേപടി നിലനിൽക്കണം. കടുംകുത്തായ പാറക്കെട്ടുകളും നീലക്കുറിഞ്ഞികൾ, 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞികളും അവിടെ വേണം. നോക്കൂ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള സ്പീഷീസ്, ഒരു സമഗ്രതയാണ്. ഒരു സ്പീഷീസിന്റെ മാത്രം കാര്യമല്ല, ഒരു ആവാസ വ്യവസ്ഥയുടെ മൊത്തം കാര്യമാണ്, ഒരു മലനിരയുടെ മൊത്തം കാര്യമാണ്. അംഗസംഖ്യയിൽ നേരത്തെ 100-ഓ 200-ലൊക്കെ എത്തിയിരുന്ന ഈ വരയാടിന്റെ ഇപ്പൊ 3300 4-5 വർഷം മുമ്പേ തന്നെ ഉണ്ട്. അപ്പോ അതും പശ്ചിമഘട്ടത്തിലെ നീലഗിരിക്കും അഷാംബു മലകൾക്കിടയിലുള്ള ചെങ്കുത്തായ പാറക്കെട്ടുകളും
പുൽമേടുകളും ഒക്കെ നമുക്ക് നല്ലൊരു ജാഗ്രതാ പാഠമാണ് പറഞ്ഞു തരുന്നത്. നോക്കൂ, ഇത് വരയാടിന്റെ ഒരു ദൃശ്യമാണ്. ഹെമിട്രാഗസ് ഹൈലോക്രിയസ് എന്നാണ് ഇതിന്റെ ശാസ്ത്ര നാമം. അപ്പോ വംശനാശ ഭീഷണിയെ കുറിച്ച് വീണ്ടും പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു മരനായ അല്ലെങ്കിൽ നീലഗിരി മാർട്ടിൻ വളരെ ഷൈ ആയിട്ടുള്ള ഒരു ആനിമൽ, കണ്ടുകിട്ടാൻ വളരെ പ്രയാസമാണ്. നമ്മുടെ നീലഗിരി കുന്നുകളിലൊക്കെ ഇഷ്ടം പോലെ കാണുന്നുണ്ട്. സിംഹവാലൻ കുരങ്ങ് നേരത്തെ പറഞ്ഞു. സൈലന്റ് വാലി പ്രസ്ഥാനം വന്ന സമയത്ത് കണക്കെട്ടുകളെ ഒന്നും വേണ്ട, സൈലന്റ് വാലി മാത്രം മതി എന്ന് പറയുമ്പോൾ ഒരു സിംഹവാലൻ പ്രസ്ഥാനമായിട്ട് സൈലന്റ് വാലി പ്രസ്ഥാനത്തെ അപഹസിച്ച ഒരു വലിയൊരു വിഭാഗം നമുക്കിടയിലുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും ഈ കാടുകൾ ഇവിടെ നിലനിൽക്കുന്നതാണ് നമ്മുടെ ഈ നീരൊഴുക്കും ഇതേപോലെ തന്നെ നമ്മുടെ ഫലഭൂയിഷ്ടിക്കും ഇതിനൊക്കെ കാരണം എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. തവിടം വിറക്, കരിങ്കുരങ്ങ്, കാട്ടുപോത്ത്, പുള്ളിപ്പുലി, ഇതൊക്കെ ഇതിന്റെ അഭയാരണ്യം കൂടിയാണ്. ഇതാണ് നീലഗിരി മാർട്ടിൻ എന്ന് പറയുന്നത്. ഈ കാണുന്ന കർസർ വെച്ചിരിക്കുന്ന ഇതാണ് നീലഗിരി മാർട്ടിൻ അല്ലെങ്കിൽ മരനായ എന്ന് പറയുന്നത്. പുള്ളിപ്പുലി നിങ്ങൾക്കറിയാം 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞിയെ കുറിച്ച്. നീലക്കുറിഞ്ഞി സാങ്ച്വറി നമുക്ക് കുറിഞ്ഞിമല സാങ്ച്വറി നമുക്ക് ഉണ്ട്. 2006 പ്രഖ്യാപിക്കപ്പെട്ടതാണ് കുറിഞ്ഞിമല സാങ്ച്വറി. നമുക്ക് സ്ട്രൊബിലാന്തസ് കുന്തിയാനസ് എന്ന് പഴയ ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ നീലഗിരി കുന്നുകളെ ഒരു തികച്ചും നീലയാക്കി മാറ്റുന്ന, തികച്ചും സൗന്ദര്യവൽകൃതമാക്കി മാറ്റുന്ന ഈ ഒരു ദൃശ്യഭംഗി നമുക്ക് വേറെ എവിടെ കിട്ടും? ലോകത്ത് മറ്റൊരിടത്തും കാണാത്ത നീലക്കുറിഞ്ഞി മുതൽ ആയുർവേദത്തിൽ അത്ഭുത ഔഷധമായ ആരോഗ്യപ്പച്ച വരെ പശ്ചിമഘട്ടത്തിൽ അസുലഭ സമ്പത്താണ്. അതായത് കാണിക്കാർ അഗസ്ത്യമലയില് ഇങ്ങനെ സ്റ്റാഫിനോടൊപ്പം മല കയറുമ്പോൾ ഭക്ഷണമൊന്നും ഇല്ലാതെ ക്ഷീണിക്കാതെ ആദിവാസികൾ പോകുന്നത് കണ്ടപ്പോഴും എന്താണ് ഇതിന്റെ കാരണമെന്ന് അന്വേഷിച്ചപ്പോഴാണ് ആരോഗ്യപ്പച്ചയുടെ രഹസ്യം അവർ പറയുന്നത്. അങ്ങനെ ആരോഗ്യപ്പച്ച എന്ന് പറയുന്ന അസുലഭമായ ഒരു ഔഷധം, അങ്ങനെ എത്രയോ അസുലഭമായ ഔഷധങ്ങളുടെ ഒരു അക്ഷയ ഖനിയാണ് ശരിക്കും പറഞ്ഞാൽ പശ്ചിമഘട്ടം. സംരക്ഷിത പ്രദേശങ്ങൾ എന്ന് പറയുമ്പോൾ പ്രൊട്ടക്റ്റഡ് ഏരിയാസ്, അങ്ങനെ അതായത് നാഷണൽ പാർക്കുകള്, സാങ്ച്വറികള്, കമ്മ്യൂണിറ്റി റിസർവുകള്, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് എന്ന് പറയുന്നത്. അങ്ങനെ പശ്ചിമഘട്ടത്തിൽ ഏകദേശം 40ഓളം സംരക്ഷിത പ്രദേശങ്ങളുണ്ട്. അതിൽ കേരളത്തിൽ തന്നെ 23 നാഷണൽ പാർക്കും ഒക്കെ ഉൾപ്പെടെ 23 സംരക്ഷിത പ്രദേശങ്ങൾ ഉണ്ട്. ഞാൻ ഡെക്കാൻ പ്ലാറ്റ്യൂയെ കുറിച്ച് നേരത്തെ പറഞ്ഞു. എന്താണ് നമ്മുടെ പ്ലാറ്റ്യൂയെ കുറിച്ച് നോക്കുമ്പോൾ ഇതൊരു ട്രയാങ്കുലർ ഷേപ്പാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കോണിക് ട്രയാങ്കുലർ ഷേപ്പിലുള്ള ഒരു നർമ്മദ ആണ്. ഇതാണ് നർമ്മദയുടെ താഴ്ഭാഗത്തായിട്ട് വരുന്നു. ഏകദേശം 5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഏരിയ ഉണ്ട് ഡെക്കാൻ പ്ലാറ്റ്യൂവിന് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. അപ്പൊ ഒരു ഭാഗത്ത് ഈസ്റ്റേൺ ഗാഡ്സ്, ഒരു ഭാഗത്ത് വെസ്റ്റേൺ ഗാഡ്സ്, പിന്നെ വിന്ധ്യ സത്പുര പർവ്വതങ്ങള് ഒക്കെ അതിലിടുന്ന ഒരു പീഠഭൂമിയാണ് ശരിക്കും പറഞ്ഞാൽ ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത്. ആവറേജ് എലിവേഷൻ എന്ന് പറയുന്നത് 600 മീറ്റർ ആണ്. അപ്പോ ജനറൽ സ്ലോപ്പ് വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്. വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഈസ്റ്റിലേക്കുള്ള ഒരു ഇതാണ്, പിന്നെ സ്ലോപ്പാണ് ഉള്ളത്. നോക്കൂ, ജസ്റ്റ് ഒരു അറിവിന് വേണ്ടി പറഞ്ഞു. മൺസൂൺ മഴ നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? 30 മുതൽ 40 കിലോമീറ്റർ കിഴക്ക് മാറി, അതായത് നമ്മുടെ ഭാരതത്തിന്റെ പടിഞ്ഞാറ് തീരത്ത് നിന്ന് 30 മുതൽ 50 മീറ്റർ വരെ കിഴക്ക് മാറി സഹ്യപർവ്വതം ഇങ്ങനെ ഒരു നീണ്ട മലനിരയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അത് ഒരുപക്ഷെ ഡെക്കാൻ പീഠഭൂമിയിലേക്ക് നമ്മുടെ മൺസൂൺ മേഘങ്ങളെ കടക്കാതെ അവിടെ തന്നെ നിർത്തി മഴ പെയ്യിക്കുന്ന ഒരു അപൂർവമായ ഒരു സിദ്ധി നമുക്കുണ്ട്. നമ്മുടെ മൺസൂണിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കവിതകളിലൂടെ രാത്രിമഴ പോലെ മഴകളുടെ പല സംഗീതങ്ങളെ കുറിച്ച്, മഴയുടെ പല ഭംഗികളെ കുറിച്ചൊക്കെ കവികളും കഥാകാരന്മാരും ഒക്കെ എഴുതിയിട്ടുണ്ട്. കർക്കടകം എന്ന് പറയുന്ന MTയുടെ കഥയെ കുറിച്ചൊക്കെ നമുക്കറിയാം. കർക്കടകത്തിന്റെ പഴയകാലത്തെ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം. അലക്സാണ്ടർ ഫ്രൈറ്റർ എന്ന് പറയുന്ന ഒരു വിദേശി ഇവിടെ മൺസൂണിനെ ആസ്വദിക്കാൻ വേണ്ടി വരികയാണ് ഇംഗ്ലണ്ടിൽ നിന്നാണ്. 1988-89 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു. അദ്ദേഹം തിരുവനന്തപുരത്ത് മൺസൂൺ കാറ്റിനോടൊപ്പം എത്തുകയും മൺസൂൺ ഇങ്ങനെ സഞ്ചരിക്കുന്നതിന് മുമ്പേയും പിമ്പെയായിട്ട് കൊച്ചിയിലും അങ്ങനെ അതിനോടൊപ്പം സഞ്ചരിക്കുകയും ഓരോ മഴത്തുള്ളിയും സ്വന്തം മനസ്സിൽ സ്വാംശീകരിക്കും. അത് നമ്മുടെ ഓരോ മരങ്ങളിലും മണ്ണിലും വീഴ്ത്തുന്ന അനുഭൂതിദായകത്വം എത്രത്തോളമാണെന്ന് ജനങ്ങളെ മനസ്സിലാക്കുകയും അങ്ങനെ മൺസൂണിന് ശേഷമോ മുമ്പേ ആയിട്ട് യാത്ര ചെയ്ത് കൽക്കട്ടയിലും ചിറാപുഞ്ചിയിലും മൗസിൻറത്തും ഒക്കെ എത്തി അതിനെക്കുറിച്ച് അദ്ദേഹം ഒരു വലിയ പുസ്തകം തന്നെ എഴുതി, ചേസിംഗ് ദ മൺസൂൺ. നോക്കൂ, മൺസൂണിനെ പിന്തുടരാൻ നമുക്ക് ഇനിയും ആകുമോ എന്നുള്ളതാണ്. കാലാവസ്ഥാ മാറ്റവും ഒക്കെ നമ്മളെ വല്ലാതെ പ്രതികൂലമായി ബാധിക്കുന്ന ഈ ജനുവരിയിലും നമുക്ക് മഴ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് 1987 അദ്ദേഹം വന്നത്.
അപ്പൊ നോക്കൂ, നമുക്ക് ഈ മലനിരകളൊക്കെ ഉണ്ടെങ്കിൽ പോലും കാലാവസ്ഥാ മാറ്റത്തെ ചെറുക്കാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളത് ഒരു സംശയം തന്നെയാണ്. പശ്ചിമഘട്ടത്തിൽ 600 മില്ലിമീറ്റർ മുതൽ 6000 മില്ലിമീറ്റർ വരെ വർഷപാതമുണ്ട് എന്നാണ് കണക്കുകൾ. നമുക്ക് 6 സംസ്ഥാനങ്ങളുടെ പച്ചപ്പിനും കാർഷിക സമൃദ്ധിക്കും ജൈവ വൈവിധ്യത്തിനും ജലസമൃദ്ധിക്കും ഒക്കെ കാരണക്കാരനായിട്ടുള്ളത് പശ്ചിമഘട്ടമാണെന്ന് അറിയുക. നദികളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ നദികൾ 60 നദികൾ ഉണ്ടെന്ന് പറഞ്ഞു. അവർ ഈ ഇന്ത്യൻ ഉപദ്വീപിലെ 245 ദശലക്ഷം ജനങ്ങൾ 245 ദശലക്ഷം ജനങ്ങൾക്ക് ഈ നദികളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് അറിയുക. ഈ 60 നദികളിലും കൂടിയായിട്ട് ഏകദേശം 200 അണക്കെട്ടുകൾ പശ്ചിമഘട്ടത്തിലുണ്ട് എന്നും കൂടി അറിയുക. 200 അണക്കെട്ടുകളാണ് ഉദ്ദേശം. അങ്ങനെ ദക്ഷിണേന്ത്യയിലെ ആകെ വൈദ്യുതോൽപാദനത്തിന്റെ 60%, ജലസേചനത്തിന്റെ 70% ഈ അണക്കെട്ടുകളിൽ നിന്നാണ്. നമുക്ക് കൃഷ്ണ നദിയുടെ ഒരു വിദൂര ദൃശ്യമാണ്. പിന്നെ നദികളുടെ പെറ്റമ്മയാണ് ശരിക്കും പശ്ചിമഘട്ടം. ഞാൻ പറഞ്ഞു 60 നദികളുണ്ടെന്ന്. ഗോദാവരി, കർണാടകത്തിലെ ഗോദാവരി ആണെങ്കിൽ 4405 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് ജലവിതരണം ചെയ്യുന്നു. കൃഷ്ണ നദിയാണെങ്കിൽ 2.59 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് ജലവിതരണം ചെയ്യുന്നു. ഭീമാ നദി മഹാരാഷ്ട്ര കർണാടകത്തിലെ 70,814 ചതുരശ്ര കിലോമീറ്ററും കാവേരി നദി കർണാടകത്തിലെ 81,155 ചതുരശ്ര കിലോമീറ്ററും പ്രദേശത്ത് ജലവിതരണം ചെയ്യുന്ന ഒരു പെറ്റമ്മയാണ്. പശ്ചിമഘട്ടം ധാതു സമ്പുഷ്ടവുമാണ്. ഇരുമ്പയിരൊക്കെ ധാരാളമുണ്ട്. ഗോവയിലൊക്കെ ഇരുമ്പയിരിന്റെ ഖനികളൊക്കെ ഉള്ളത് മറ്റൊരു അക്ഷയ ഖനിയാണ്. പല വിധത്തിലുള്ള ധാതുക്കളും നമുക്കുണ്ട്. സ്വർണം ഉൾപ്പെടെ, ഇരുമ്പ് ഉൾപ്പെടെ എല്ലാ ധാതുക്കളും നമുക്ക് ഇപ്പോ നമ്മളൊരു അപായ മുൻപിലാണ്. ഈ അടുത്ത കാലത്ത് മാതൃഭൂമിയിലോ മറ്റോ ഒരു ഇത് വായിച്ചിട്ടുണ്ടാവും. 245 ദശലക്ഷം ആളുകൾക്ക് വെള്ളം നൽകുന്ന കാര്യമൊക്കെ ഇതിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, പശ്ചിമഘട്ട അപായ മുൻപിലാണ്. നമുക്ക് പുത്തുമലയും, വയനാട്ടിലെ പുത്തുമലയും പോത്തുകല്ലിലെ ഇതെല്ലാം നമുക്കറിയാം. നമുക്ക് 2018 19 പ്രളയത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു. പക്ഷെ നമ്മൾ ഇനിയും പഠിക്കാത്തത് എന്തോ അവശേഷിക്കുന്നുണ്ട്. എന്താണ്? ഈ ഒരു നൂറ്റാണ്ടിലാണ് പശ്ചിമഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നാശം വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് 1920-നും 1990-നും ഇടയിൽ 70 വർഷക്കാലമാണ് ഇവിടുത്തെ ജൈവ വൈവിധ്യത്തിന്റെയും വനസമ്പത്തിന്റെയും 40% നശിച്ചത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു 150 ദശലക്ഷം വർഷമായി ഉണ്ടായിട്ട്. പക്ഷേ ഈ 70 വർഷക്കാലത്തെ നാശത്തിന്റെ അത്രയും ഒരു നാശം ഈ പശ്ചിമഘട്ടത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഈ അപായ മുൻപിലാണോ നാം? ഇന്ത്യൻ ഉപദ്വീപിന്റെ രക്ഷകനാണ് പശ്ചിമഘട്ടം എന്ന് പറഞ്ഞത് ഞാനല്ല. ഞാനങ്ങനെ ഒരു ഹെഡിങ് കൊടുത്തെങ്കിലും അത് വെസ്റ്റേൺ ഗാർഡ്സ് ഇക്കോളജി എക്സ്പേർട്ട് പാനൽ 2011 ഓഗസ്റ്റിലോ മറ്റോ അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചു. അതാണ് മാധവ് ഗാഡ്ഗിലിന്റെ റിപ്പോർട്ട്. 14 പേരും മാധവ് ഗാഡ്ഗിൽ ഉൾപ്പെടുന്ന 16 എക്സ്പേർട്ടുകളുടെ ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ ആയിരുന്നു അത്. നമുക്ക് അതിൽ ശരിക്കും പറഞ്ഞ പശ്ചിമഘട്ടത്തിന്റെ മറ്റെല്ലാ കാര്യങ്ങളും അതിൽ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. മാധവ് ഗാഡ്ഗിൽ വിശേഷിപ്പിച്ചത് ഇന്ത്യൻ ഉപദ്വീപിന്റെ രക്ഷകൻ എന്നാണ് പശ്ചിമഘട്ടം. അപ്പോ ഈ പശ്ചിമഘട്ടത്തിന്റെ നാശം എന്ന് പറയുന്നത് രാജ്യത്തെ 70% ജനങ്ങളെയും പ്രതിസന്ധിയിലാക്കുന്നത് തീർച്ചയാണ്. അപ്പോ ഈ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിന് ഇക്കോളജിക്കൽ എക്സ്പേർട്ട് കമ്മിറ്റിയുടെ കാര്യങ്ങളൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. അതൊക്കെ നിങ്ങൾ പിന്നീട് വായിച്ച് മനസ്സിലാക്കുന്നതായിരിക്കും. എന്താണ് ഇക്കോ സെൻസിറ്റീവ് ഏരിയ എന്നുള്ളതും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അപ്പോ ഗാഡ്ഗിൽ കമ്മിറ്റി, കസ്തൂരിരംഗൻ കമ്മിറ്റിയുടെ ഒക്കെ നമുക്ക് നോക്കും. പശ്ചിമഘട്ടത്തിലെ വൈവിധ്യത്തിൽ നമ്മുടെ സ്റ്റേറ്റിന്റെ ഒരു ബേർഡാണ് ഏത് മലമുഴക്കി വേഴാമ്പൽ. അതുപോലെ മലബാർ ബാർബറ്റ്, നീലഗിരി പിപ്പിറ്റ്, മലബാർ ട്രീ നിംഫ്, വൈറ്റ് ബെല്ലി ട്രീപ്പി, മലബാർ പാരക്കീറ്റ്, ഇങ്ങനെ പക്ഷികളുടെയും ചിത്രശലഭങ്ങളുടെയും ജന്തുവർഗങ്ങളുടെയും സസ്യവർഗങ്ങളുടെയും ഒരു അപൂർവ കലവറയാണ് പശ്ചിമഘട്ടം. അത് നമ്മുടെ തന്നെ നിലനിൽപ്പിന് അനിവാര്യത തന്നെയാണ്. കണ്ടെത്തപ്പെടാനാവാത്ത നിരവധി ജീവിവർഗങ്ങൾ ഇനിയുമുണ്ട്. 325 ഗ്ലോബലി ത്രട്ടൻഡ് സ്പീഷീസ് വരെ പശ്ചിമഘട്ടത്തിലുണ്ട് അറിയുക. നമ്മുടെ ലോക പൈതൃക സ്ഥലം കൂടിയാണെന്ന് ഞാൻ പറഞ്ഞു. ഓർമ്മ വേണം, പശ്ചിമഘട്ടം മനുഷ്യ സൃഷ്ടിയല്ല, പ്രകൃതി നമുക്ക് തന്ന ദാനമാണ്. നാം അനുഭവിക്കുന്ന മിക്ക പാരിസ്ഥിതിക നന്മകളും സുഖ സൗകര്യങ്ങളും പശ്ചിമഘട്ടം നമുക്ക് തന്ന വരദാനമാണെന്ന് ഓർക്കുക. തീർച്ചയായും ഓർമ്മിക്കണം. നമ്മുടെ സ്റ്റേറ്റ് ചിത്രശലഭമാണ് മലബാർ ബാൻഡ് പീകോക്ക് എന്ന് പറയുന്ന ചിത്രശലഭം. ബുദ്ധമയൂരി എന്ന് പറയുന്ന ചിത്രശലഭം എന്ത് ഭംഗിയാണെന്ന് നോക്കൂ അതിനെ കാണാനായിട്ട്. പശ്ചിമഘട്ടത്തെ കുറിച്ച് 2014 വളരെ മുമ്പേ തന്നെ 2018-ലെയും 2019-ലെയും ഒക്കെ പ്രളയം അവർ പ്രവചിച്ചു. ദീർഘദൃഷ്ടിയുള്ള കവികളാണ്. അപ്പൊ പശ്ചിമഘട്ടം എന്ന് പറയുന്ന കവിത തന്നെ നമ്മുടെ സുഗതകുമാരി ടീച്ചർ എഴുതി. ശൈലേന്ദ്രപാദങ്ങളിൽ തീ പിടിക്കുന്നു, ദിവ്യവക്ഷസിൽ കറുത്ത പുക പടരുന്നു, കരിമരുന്നിട്ട് പൊട്ടിത്തകർക്കും 100 മലകൾ,
അലറിക്കേനുടഞ്ഞു വീണടിയുന്നു. ഉറവകൾ നടുങ്ങി വറ്റുന്നു. 100,000 നിലവിളി ഉയർന്നു താഴുന്നു. ഇരിമാറിൽ മുറിവി നിറയുന്നു. സഗൗരവം തലപൊക്കി നോക്കുന്നു സഖ്യൻ. മലയിടിക്കുന്ന തീയെറിയുന്ന കൈകളെ വളരെ വൈകിപ്പോയി കാലം. അറിയുവിൻ, മുറിവേറ്റ ശൈലങ്ങൾ നമ്മൾക്ക് വറുതിയും മൃതിയും വിധിക്കുമല്ലോ. ചൂട് പൊറാഞ്ഞു പൊരിയുമല്ലോ. ഇറ്റുദാഹജലത്തിനായി കേഴുമല്ലോ. അല്ലായെങ്കിൽ ഭാവം പകർന്നീ ഗിരിനിര കല്ലും മരവും പ്രളയവുമായി. എന്താണ് ആ ഒരു അന്ത്യപ്രഹരമായ ആർത്തിറങ്ങിയിടവേ നൊന്തു പായുന്നത് എങ്ങോട്ടാണ് നമ്മൾ പോവുക? പശ്ചിമഘട്ടം കടന്ന് നമുക്ക് ഈ മലനാടും ഇടനാടും തീരപ്രദേശവും കടന്ന് നമുക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റുമോ? നമുക്ക് ഒരുമിച്ച് നിൽക്കാം. നമ്മുടെ പശ്ചിമഘട്ടത്തെ, നമ്മുടെ ഈ പച്ചപ്പിനെ, നമുക്ക് വെള്ളം തരുന്ന, നമുക്ക് കുടിവെള്ളം തരുന്ന, ജീവവായു തരുന്ന, നമ്മളെ സംരക്ഷിക്കുന്ന, നമ്മളെ നമ്മളാക്കുന്ന, മലയാളം എന്ന ഭാഷ പോലും നമ്മൾക്ക് ഉണ്ടാക്കി തന്ന പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കാം. തീർച്ചയായും പശ്ചിമഘട്ട സംരക്ഷണം, പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണം നമ്മുടെ കൂടി സംരക്ഷണമാണെന്ന് തിരിച്ചറിയുക. അതിനുവേണ്ടി എല്ലാവരുടെയും സഹകരണവും ഒരു പരിശ്രമം ഉണ്ടാവട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം. നമുക്ക് അതിനുവേണ്ടി പരിശ്രമിക്കാം. എല്ലാവരോടും ഒരു ശുഭ സായാഹ്നവും ശുഭരാത്രിയും നടന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു സർ. വളരെ നമ്മളെ പിടിച്ചു എത്തുന്ന ഒരു ക്ലാസ് ആയിരുന്നു ജയപ്രകാശ് സാർ ഇവിടെ നമുക്ക് നൽകിയത്. സാർ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ക്ലാസ്സിനകത്ത് കയറിയിരിക്കാൻ പറ്റി എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റി. പശ്ചിമഘട്ടം നമ്മുടെ തൊട്ടടുത്തുള്ള ഈ പ്രകൃതിയിൽ ഇത്രയും വലിയ സമ്പത്തുള്ള ഒരു പശ്ചിമഘട്ടത്തെ സംബന്ധിച്ച് ഇത്രയും അറിവുകൾ അറിയാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. നന്ദിയുണ്ട് സാർ. ഈ പരിപാടിയിൽ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി CM മുഹമ്മദ് അഷ്റഫ് സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട സുഹൈൽ സാർ, നമ്മുടെ പ്രോഗ്രാമിന്റെ അധ്യക്ഷനായ ബഹുമാനപ്പെട്ട ഡെന്നിസ് സാർ, ജയപ്രകാശ് സാർ, മറ്റ് സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥിനികളെ, വളരെ അവിചാരിതമായിട്ടാണ് നമ്മുടെ ഈ സ്കൂളായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഈ സ്കൂളിലെ അധ്യാപകൻ നേരിൽ ഫോണിൽ ഒരു പ്രാവശ്യം വിളിച്ച്, സത്യത്തിൽ ഇന്നും ഈ പറയുന്ന ബിജു സാറെ നേരിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അവിചാരിതമായിട്ടുള്ള ഒരു ഫോൺ കണക്ഷനിലൂടെ വന്ന ഒരു ബന്ധത്തിലൂടെയാണ് വനം വകുപ്പിനെ കുറിച്ച് ഈ സ്ഥാപനത്തിന് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരള വന്യജീവി വകുപ്പ് വർഷങ്ങളായിട്ട്, എക്സ്റ്റൻഷൻ വിഭാഗം വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന വിവിധ പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഈ വെബിനാർ. സാധാരണ നിലയിൽ ഈ കോവിഡ് കാലഘട്ടത്തിന്റെ മുന്നേ നമ്മൾ ഏകദിന ക്ലാസ്സുകളും അതുപോലുള്ള ഹാൾട്ട് ചെയ്തിട്ടുള്ള ക്യാമ്പുകളും മറ്റുമൊക്കെ സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. 19 ഈ കോവിഡിന് ശേഷം കൂടുതൽ ആളുകൾ കൂടാൻ കഴിയാത്തതിനാൽ ഇതുപോലുള്ള ക്യാമ്പുകളൊന്നും നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ വനം വകുപ്പ് നടത്തുന്ന ഒരു വെബിനാർ പ്രോഗ്രാമിലാണ് നമ്മുടെ ഈ സ്ഥാപനത്തിലെ കുട്ടികൾ എല്ലാവരും പങ്കെടുത്തു. വളരെ സന്തോഷമുണ്ട്. നമ്മുടെ മിക്കവാറും നമ്മുടെ ഈ സ്ട്രെങ്തിനനുസരിച്ച് തന്നെ 100ഓളം വിദ്യാർത്ഥിനികൾ ഇതിനകത്ത് വന്നു നമ്മുടെ ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തു. വനം വകുപ്പ് നടത്തുന്ന മറ്റു പല പ്രോഗ്രാമുകളും ഇനി ഉണ്ട്. അത് നമ്മൾക്ക് നേരിട്ട് ഇനിയുള്ള ക്ലാസ്സുകളിലും മറ്റുമൊക്കെ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. കൂടുതലായിട്ട് സമയം അനുവദിക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ വിദ്യാർത്ഥിനികളെല്ലാം വളരെ അവരെ വിലപ്പെട്ട സമയമാണ് ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തുകൊണ്ട് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും പശ്ചിമഘട്ടത്തിനെ കുറിച്ച് നേരത്തെ സ്വാഗതം ആശംസിച്ച സാറ് പറഞ്ഞ പോലെ, സുഹൈൽ സാർ പറഞ്ഞ പോലെ, വളരെ കുറഞ്ഞ സമയമാണെങ്കിലും അത് വളരെ വൃത്തിയായിട്ട് സവിസ്തരം സരളമായി നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ഉഷാറായിട്ട് നമ്മളെ പ്രിയപ്പെട്ട SCF സംസാരിച്ചു. എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ ഇത് കുറഞ്ഞൊരു വളരെ സൂക്ഷിച്ച ഒരു സമയമാണ് നമുക്ക് ഇതിന് കിട്ടിയിട്ടുള്ളത്.
ഈ പശ്ചിമഘട്ടത്തിനെ കുറിച്ചും ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ചും ഈ ലോകത്തുള്ള സസ്യജന്തു ജീവജാലങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാനെങ്കിൽ നമുക്ക് വളരെയധികം സമയം ഉണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ഫലത്തിൽ ലഭ്യമല്ല എന്നുള്ള ഒരു അവസരം നമുക്ക് അതിന് യോജിച്ചതല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലൂടെ അതുപോലുള്ള ഉള്ള മാർഗങ്ങൾ അവനാൽ കഴിയുന്ന വിജ്ഞാനം നേടിയെടുത്ത് നമ്മുടെ ഈ പച്ചപ്പ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംരംഭവും അതുപോലെ തന്നെ അതിനുള്ള സഹായവും നമ്മളെല്ലാവരും ചെയ്യേണ്ടതാണ്. കാരണം ഇന്ന് കാണുന്ന ഈ ഒരു കാലാവസ്ഥ, അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഈ ശുദ്ധജലത്തിന്റെ ലഭ്യത, അല്ലെങ്കിൽ നമ്മുടെ ഓക്സിജന്റെ ലഭ്യത, ഇത് വരുന്ന ഒരു തലമുറക്ക് കൂടി അർഹിക്കുന്നതാണ്. നമ്മുടെ പ്രവർത്തനങ്ങള് നേരത്തെ സാറ് പറഞ്ഞ പോലെ ഈ പ്രകൃതിയിലുള്ള വിഭവങ്ങള് നമ്മുടെ ലിമിറ്റ് ചെയ്തുള്ള ഉപയോഗം ആ രീതിയിലേക്ക്, അനുകരണ രീതിയിലേക്ക് നമ്മളെല്ലാവരും വരണം. നമ്മുടെ പ്രകൃതി വിഭവങ്ങളെ അമിതമായി ചൂഷണം ചെയ്യുന്ന ഒരു തലമുറയായി നാം മാറരുത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഈ ക്ലാസ് എടുക്കാമെന്ന ജയപ്രകാശ് സാറോട് നന്ദി പറയുന്നു. അതുപോലെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇനിയും വനം വന്യജീവി വകുപ്പ് നടത്തുന്ന ഈ പച്ചപ്പ് നിലനിർത്തുന്നതിനായി നടത്തുന്ന എല്ലാ സംരംഭങ്ങളിലും നമ്മുടെ ഈ സ്ഥാപനത്തിന് സെന്റ് മേരീസ് സ്കൂളിന്റെ സഹകരണം ഉണ്ടാവണം. അതുപോലുള്ള അതിനായിട്ടുള്ള ഒരു അറിവ് നമ്മുടെ മക്കൾക്ക് ഈ സ്ഥാപനം മുഖേന നമ്മൾ നൽകണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നു ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. ഈ സ്കൂൾ ഏരിയയാണ് നിങ്ങൾ സന്ദർശിക്കാൻ പോവല്ലേ പറഞ്ഞതേ? ഓക്കെ, താങ്ക് യു സർ. ഇനി പ്രധാനപ്പെട്ട ഒരു സമയമാണ്. നമ്മൾ വിശാലമായിട്ടുള്ള ഒരു വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ക്ലാസ് കേട്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികളായിട്ടുള്ള നിങ്ങൾക്ക് സാറുമായിട്ട് സംവദിക്കാനുള്ള സമയമാണ്. ആർക്കെങ്കിലും ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് സാറുമായിട്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ ഈ സമയം പ്രയോജനപ്പെടുത്താം. സംശയമുള്ള കാര്യങ്ങൾ കമന്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ മൈക്ക് ഓണാക്കി ചോദിച്ചുകൊണ്ടോ വിദ്യാർത്ഥികൾക്ക് ഈ സമയം ഉപയോഗപ്പെടുത്താം. സാറ് പറഞ്ഞ പോലെ നമ്മുടെ ബാലകൃഷ്ണൻ മാഷിന് എന്തോ പറയാനുണ്ടെന്ന് തോന്നി. ഇടയ്ക്കെന്തോ പുള്ളി സാറ് പറഞ്ഞിരുന്നു. നമസ്കാരം സാർ, ഞാൻ ക്ലാസ്സിൽ കേൾക്കുകയായിരുന്നു. വളരെ വളരെ കവിത തുളുമ്പുന്ന ക്ലാസ്സായിട്ട് അനുഭവപ്പെട്ടു. വളരെ ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിലാണെങ്കിലും 1 മണിക്കൂർ ശരിക്കും ഒരു ക്ലാസ്സിലിരുന്ന എല്ലാവരും അനുഭവം ഉണ്ടായി. സാറിന്റെ ക്ലാസ് എത്ര കേട്ടാലും മതിയാവാത്തൊരു ക്ലാസ്സാണ്. അത് ജീവിതത്തിൽ പലപ്പോഴും കേട്ട് അനുഭവം ഉള്ളതാണ്. ഇനിയും നല്ല ക്ലാസ്സുകൾ പ്രതീക്ഷിക്കുന്നു സാർ. തീർച്ചയായിട്ടും. താങ്ക് യു. ഈ കോവിഡിന്റെ കാലം കഴിഞ്ഞാല് നമ്മുടെ സ്ഥാപനത്തില് നേരിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ കൂടിയിരുന്നാണ്ട് ക്ലാസ് എടുക്കാനോ മറ്റെന്തെങ്കിലും പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനോ കഴിയുകയാണെങ്കിൽ അവസരത്തിൽ നമുക്ക് ജയപ്രകാശ് സാറിനെ നേരിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടുവരാം.
പിന്നെ അതിനുള്ളൊരു അവസരം ഉണ്ടായാൽ പിന്നെ നേരിട്ടൊന്ന് എന്നെ വിളിച്ചാൽ മതി. അതിനുള്ളൊരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. സാർ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നില്ല. ചിലപ്പോൾ ഇത് ബ്ലോക്ക് നിൽക്കുമായിരിക്കും ചിലപ്പോൾ. ഹലോ ബിജു സാർ. സാർ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. കുട്ടികൾക്ക് സംശയങ്ങളില്ലെങ്കിൽ നമുക്ക് അടുത്ത സെഷനിലേക്ക് നന്ദി പ്രകടനത്തിലേക്ക് കിടക്കാം. അതിനുശേഷം വൈകിട്ട് ചെയ്യാം. വിദ്യാർത്ഥികൾക്ക് സെഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. സാറേ സാർ സാറേ, ഈ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് ആയാലും കസ്തൂരി റാങ്ക് റിപ്പോർട്ട് ആയാലും അത് എന്തുകൊണ്ടാണ് നമ്മുടെ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാത്തത്? വെസ്റ്റേൺ ഗട്ട്സ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോഴും ഉള്ളത്. മാധവ് ഗാഡ്ഗിൽ 2010 നമ്മുടെ ഊട്ടിക്കടുത്ത്, നീലഗിരിയിൽ ഊട്ടിക്കടുത്ത് കോർത്തഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് സേവ് വെസ്റ്റേൺ ഗാർഡ്സ് എന്ന് പറയുന്ന ഒരു പരിസ്ഥിതി പ്രസ്ഥാനക്കാര് ഒരു വലിയ മീറ്റിംഗ് കൂടുകയും മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകൾ, സെൻട്രൽ ഗവൺമെന്റിലെ മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ പങ്കെടുക്കുകയും ചെയ്തു. അവിടുന്ന് ഉയർന്നു വന്ന ഒരു സംഗതിയാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്ന ഈ മലനിരകളെ സംരക്ഷിക്കണം, അതിനൊരു സമഗ്രമായ ഒരു ഇത് വേണം, പദ്ധതി വേണം എന്ന്. അങ്ങനെ ഒരു പദ്ധതി ഇപ്പൊ 1986 നമ്മുടെ പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരം ഉള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒന്നായിരിക്കണം എന്നതാണ് അതിലുള്ള. അങ്ങനെയാണ് അതേ ദിവസം തന്നെ നേരിട്ട് അന്ന് മിനിസ്റ്റർ കൂടി ഉള്ളത് കൊണ്ട് അന്നത്തെ തീരുമാനത്തിന്റെ ഫലമായിട്ടാണ് മാധവ് ഗാഡ്ഗിൽ ഉൾപ്പെടെയുള്ള, അദ്ദേഹത്തെ വെക്കണം എന്നല്ല ആദ്യം വിചാരിച്ചിരുന്നത്, അങ്ങനെയുള്ള ആളുകൾ ഉൾപ്പെടെ ഉള്ള 14ഓളം പേരെ വെച്ചുകൊണ്ട് വെസ്റ്റേൺ ഗാർഡ്സിന്റെ ഇക്കോളജി പാനൽ ഉണ്ടാക്കി. ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ടാണ്. അവർക്ക് എന്തൊക്കെ പഠിക്കണമെന്നും എന്തൊക്കെ നിർദ്ദേശങ്ങൾ നൽകണമെന്നും അവർ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് 2011 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ അവര് റിപ്പോർട്ട് സമർപ്പിച്ചു. 1.5 വർഷക്കാലം പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. റിപ്പോർട്ടിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് നിങ്ങൾ നേരിട്ട് സംസാരിക്കാം. പിന്നെ അങ്ങനെ സമർപ്പിച്ചെങ്കിലും ഇത് വെളിച്ചം കണ്ടില്ല. പിന്നീട് നമ്മുടെ കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകൻ, കേരളത്തിലുള്ള ഒരാള് വിവരാവകാശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് പുറത്തേക്ക് വന്നത്. അങ്ങനെ റിപ്പോർട്ടില് പുറത്ത് വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വിവരാവകാശ കമ്മീഷണറെ അപ്രോച്ച് ചെയ്തു. അങ്ങനെ കോടതി മുഖാന്തരമൊക്കെ അപ്രോച്ച് ചെയ്തതിന്റെ ഫലമായിട്ടാണ് അവസാനം ഈ റിപ്പോർട്ട് തന്നെ പുറത്തു വന്നത്. അതിനുശേഷം റിപ്പോർട്ടിനെ പുറത്തു വന്നപ്പോഴാണ് മറ്റു വിഷയങ്ങളൊക്കെ ഉണ്ടായത്. ഇതിങ്ങനെ ഇതേപോലെ നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അതിനെക്കുറിച്ച് കൂടുതൽ പറയാനുള്ളൊരു സമയമില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെയാണ് കേരളം ഉൾപ്പെടെയുള്ള ഈ സംസ്ഥാനങ്ങളിലെ മറ്റൊരു ആളെയും കൂടി വെച്ചിട്ട് ഇതിലൊരു ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട്, മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് പിന്നെ കസ്തൂരി രംഗൻ എന്ന് പറഞ്ഞ ഒരു സ്പേസ് ശാസ്ത്രജ്ഞന് അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി വീണ്ടും വന്നു. ശരിക്കും പറഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അത് വെച്ചതെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ പക്ഷെ അവരും റിപ്പോർട്ട് സമർപ്പിച്ചു. അതും ഇപ്പോഴ് ഒരുപാട് ലിറ്റിഗേഷൻ കോടതിയിൽ നടക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ അതിൽ പിന്നെ ഗ്രീൻ ട്രിബ്യൂണലിലും സുപ്രീം കോടതിയിലും ഒക്കെ കേസുകൾ നടക്കുന്നത് കൊണ്ട് കൃത്യമായ ഒരു തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ഒരു ഗവൺമെന്റിനും സാധിക്കാത്ത അവസ്ഥ വന്നിരിക്കുകയാണ്. അപ്പോ പശ്ചിമഘട്ടം സംരക്ഷിക്കണം എന്നുള്ളത് എല്ലാവരുടെയും സുചിന്തിതമായ അഭിപ്രായമാണ്. പക്ഷെ ഏത് രീതിയിൽ സംരക്ഷിക്കണം, ഏതൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളതും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളും അതിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴും ഇത് നടപ്പിലാക്കാൻ സാധിക്കാതെ വരുന്നത്. ക്ലിയറായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നമുക്ക് നമ്മുടെ ഇത് വെച്ചിട്ട് പറയാൻ സാധിക്കുള്ളൂ. ചില അഭിപ്രായങ്ങളൊന്നും പലപ്പോഴും നമുക്ക് ഞങ്ങളെ സർക്കാരിന്റെ ഒരു നയം നടപ്പാക്കുന്ന ആളുകൾ എന്ന നിലയിൽ പറയാൻ സാധിക്കാത്തത് കൊണ്ട് നമുക്ക് കൂടുതൽ അതിലേക്ക് വരാൻ സാധിക്കില്ല എന്ന് കൂടി പറയട്ടെ. ഓക്കെ സാർ, താങ്ക് യു സാർ. ഇനി ആർക്കെങ്കിലും
ഇനി ആർക്കെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ ഓക്കെ സാർ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ, കാരണം 9 മണി 3 മിനിറ്റ് അല്ലേ ഉള്ളൂ. ഓക്കെ സാർ. എന്തായാലും എല്ലാവരും ഉള്ളിലുണ്ടാവും, പക്ഷെ പലതും ഇനി എപ്പോഴെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെട്ടാൽ നമുക്ക് അറിയുന്ന രീതിയിൽ നമുക്ക് അതിന് സംശയ നിവാരണമൊക്കെ നടത്താം തീർച്ചയായിട്ടും. ഓക്കെ സാർ, താങ്ക് യു സാർ, താങ്ക് യു സാർ. ഈ പ്രോഗ്രാമിന് നന്ദി അറിയിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ഫോർത്ത് സം എം.കോം വിദ്യാർത്ഥി മുഹമ്മദ് കലീമിനെ ക്ഷണിച്ചുകൊള്ളും. നമസ്കാരം. ഏകദേശം പശ്ചിമഘട്ടത്തിന്റെ കുറിച്ചൊക്കെ നമ്മൾ സ്കൂളിലും ഹൈസ്കൂളിലും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിലുപരി പശ്ചിമഘട്ടത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നതും ഏകദേശം ഈ ഒരു 2-3 കൊല്ലങ്ങൾക്കിടയിലാണ്. അതിന്റെ ഒരു പ്രത്യാഘാതമായിരുന്നു കേരളത്തിലുണ്ടായ വെള്ളപ്പൊക്കവും മറ്റു പ്രശ്നങ്ങളുമെല്ലാം. അതുകൊണ്ട് തന്നെ പശ്ചിമഘട്ടത്തെക്കുറിച്ച് നമ്മുടെ ഇടയിലുള്ള അറിവിലുപരി നമുക്ക് ഈ വെബിനാറിലൂടെ ക്ലാസ് എടുത്തു തന്ന നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട കോഴിക്കോട് വനശ്രീ മേഖലയിലെ അസിസ്റ്റന്റ് കൺസർവേറ്റർ എക്സ്റ്റൻഷൻ ഓഫീസർ ശ്രീ ജയപ്രകാശ് VP സാറിനും, അതുപോലെ തന്നെ അധ്യക്ഷത നിർവഹിച്ച നമ്മുടെ സ്വന്തം പ്രിൻസിപ്പൽ ഫാദർ ഡന്നി ചോരപ്പള്ളിയും, ഈ പരിപാടിയുടെ എല്ലാവിധ കോർഡിനേറ്റിംഗ് സംവിധാനം നിർവഹിച്ച സൊയിൽ സാറും, അതുപോലെ തന്നെ ഷീന മിസ്സും, അതേപോലെ തന്നെ ഈ പരിപാടിയുടെ ആശംസ അറിയിച്ച മലപ്പുറം ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറായ SP CM മുഹമ്മദ് അഷ്റഫ് സാറിനും, അതുപോലെ തന്നെ ഈ പരിപാടി ഇത്രയും നേരം ക്ഷമയോടുകൂടി കേട്ടിരുന്ന എല്ലാ സെന്റ് മേരീസ് സ്റ്റുഡൻസിനും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ, താങ്ക് യു സാർ. എല്ലാവർക്കും ശുഭരാത്രി, നല്ല ഭാവി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിർത്താൻ തോന്നുന്നു. താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു സാർ.